ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ലളിതാ സഹസ്രനാമത്തിന്റെ 13-ാം അധ്യായം വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ നാമങ്ങള്, ഓരോ നാമങ്ങളും എടുത്ത് അതിന്റെ അർത്ഥങ്ങൾ നോക്കി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയാ, വീരഗോഷ്ഠി പ്രിയ, വീര, നൈഷ്കർമ്മ്യ, നാദരൂപിണി, വിജ്ഞാന കലന കല്യ, വിദഗ്ധ, ബൈന്ദവാസന, ഈ ഒരു ഗ്രൂപ്പാണ് എടുക്കുന്നത്. 898-ാമത്തെ നാമം വീരഗോഷ്ഠി പ്രിയ. നമ്മൾ കണ്ടു, വീരരുടെ സഭയെ ഇഷ്ടപ്പെടുന്ന. വീരൻ എന്ന് പറഞ്ഞാൽ തേജസ്വികൾ, ജപസാധന കൊണ്ട് തേജസ് വർദ്ധിച്ചവരെയാണ് വീരർ. അല്ലെങ്കിൽ ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സഭ, കൂട്ടം. വീര, ആഗ്നേയ തേജസ്സിന് ആധാരമായവൾ. വീരം എന്ന് പറഞ്ഞാൽ അഗ്നിശക്തി, ആഗ്നേയ ശക്തി. അടുത്ത നാമം 900 നൈഷ്കർമ്മ്യ. നൈഷ്കർമ്മ്യ പിരിക്കുമ്പോ നീ പ്ലസ് കർമ്മ്യ. അപ്പൊ കർമ്മബന്ധമില്ലാത്തവൾ. സാധാരണ മനുഷ്യന് കർമ്മം ചെയ്താൽ ഫലം ഉറപ്പാണ്, അല്ലെ? എന്നാൽ കർമ്മമോ ഫലമോ ബാധിക്കാത്തവൾ നൈഷ്കർമ്മ്യ. നാദരൂപിണി, നാദം രൂപമായിരിക്കുന്നവൾ, ആ ഒരു നാദത്തിൽ നിറഞ്ഞവൾ. വിജ്ഞാന കലന, വിജ്ഞാന പ്ലസ് കലന. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സയൻസിന്റെ ശാഖകള്. കലനം എന്ന് പറഞ്ഞാല് ഗണിതം, അളക്കൽ. ഇപ്പൊ ഭൗതിക ശാസ്ത്രം കൊണ്ട് അളക്കാൻ ശ്രമിക്കപ്പെടുന്നവൾ. കല്യ, ശക്തിക്ക് ആധാരമായിരിക്കുന്നവൾ. കല എന്ന് പറഞ്ഞാൽ ശക്തി. ഉദാഹരണം അനുഗ്രഹ കല, നിഗ്രഹ കല, സൃഷ്ടികല, ലയകല, പാലനകല, പോഷണകല ഇത്യാദി എണ്ണമറ്റ കലകള്, ശക്തികള് പ്രപഞ്ചത്തിലുണ്ട്. ആ ശക്തികൾക്കെല്ലാം ആധാരമായിട്ടിരിക്കുന്നവൾ. വിദഗ്ധ, പ്രപഞ്ചത്തിലെ ഓരോ ക്രിയയിലും ഔചിത്യവും പൂർണ്ണതയും പാലിക്കുന്നതാണ് വൈദഗ്ധ്യമുള്ളവർ, അല്ലെ? അതുള്ളവൾ. ബൈന്ദവാസന, ഏറ്റവും ഉയർന്ന നാമമാണ് ദേവിയുടെ. ബൈന്ദവ ആസന, ബിന്ദു ഇരിപ്പിടമാക്കിയവൾ. അപ്പൊ ശ്രീചക്രത്തിന്റെ മധ്യത്തിലെ ബിന്ദുവിനെ സംബന്ധിച്ചതിനെയാണ് നമ്മൾ ബൈന്ദവം. അപ്പൊ ശ്രീചക്രം പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ രൂപമാണ്, അല്ലെ? ഈ മധ്യബിന്ദു പ്രപഞ്ച നിയന്ത്രണത്തെ കുറിക്കുന്നു. അപ്പോ വീരഗോഷ്ഠി പ്രിയ, വീര, നൈഷ്കർമ്മ്യ, നാദരൂപിണി. അപ്പൊ കർമ്മങ്ങളില്ലാത്ത അവസ്ഥയാണ് നമ്മൾ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. അതുള്ളവളാണ് ദേവി. കർമ്മബന്ധങ്ങളില്ലാത്തവള്. എല്ലാ കർമ്മങ്ങളും ദേവി ചൈതന്യ പ്രേരകമായിട്ട് വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും കർമ്മം ലോകമാതാവായിരിക്കുന്ന ദേവിയെ ബാധിക്കുന്നില്ല. അപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ അനാദിയും നിർഗുണവും നാശമില്ലാത്തതുമായിരിക്കുന്ന ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അതിന് യാതൊരു കർമ്മവും ചെയ്യുന്നില്ല. കർമ്മഫലങ്ങൾ അതിനെ സ്പർശിക്കുന്നുമില്ല. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശം അത്യന്തം സൂക്ഷ്മമാണ്. അത് കാരണം മറ്റു വസ്തുക്കളിൽ ബാധിക്കപ്പെടാത്തതുപോലെ സർവ്വദേഹങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവും കർമ്മങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. ഇത് ഭഗവത്ഗീതയിൽ പറയുകയാണ്. ആത്മസ്വരൂപിണിയായി സർവ്വദേഹങ്ങളിലും കുടികൊള്ളുന്നുവെങ്കിലും അമ്മയ്ക്ക് യാതൊരു കർമ്മബന്ധങ്ങളും ഇല്ല എന്നർത്ഥം. നാദരൂപിണിയാണ് ദേവി. നാദം രൂപമായിട്ടിരിക്കുന്നവൾ. നാദശബ്ദം കൊണ്ട് ശബ്ദബ്രഹ്മത്തെയാണ് കുറിക്കുന്നത്. പര, പശ്യന്തി, മധ്യമ, വൈഖരി തുടങ്ങിയ നാദങ്ങള്, ഇല്ല, ഈ രൂപത്തിലെല്ലാം സ്ഥിതി ചെയ്യുന്ന നാദബ്രഹ്മം രൂപമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ പ്രണവത്തിന്റെ അന്തത്തിലുള്ള നാദം, അത് രൂപമായിരിക്കുന്നവൾ എന്ന് പറയാം. അപ്പോ ദേവിയുടെ ഓരോ രൂപങ്ങളും വളരെ വ്യത്യസ്തമാണെന്ന് പറയുന്നത്. അപ്പൊ നാദവും രൂപവും അമ്മ തന്നെയാണ്, ഇല്ലേ? വിജ്ഞാന കലന, വിജ്ഞാനത്തെ ഉണ്ടാക്കുന്നവൾ. വിജ്ഞാന ശബ്ദം കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തെയാണ് കുറിക്കുന്നത്. അപ്പൊ അതിന്റെ കലന എന്ന് പറഞ്ഞാൽ സ്വാത്മ സാക്ഷാത്കാരം. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ ഒരു മോക്ഷജന്യമായിരിക്കുന്ന, മോക്ഷത്തെ തരുന്ന ജ്ഞാനം, ഇല്ലേ? 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങളെ, മീമാംസ, ന്യായശാസ്ത്രം, പുരാണം, ധർമ്മശാസ്ത്രം എന്നിവയാണ് ചതുർദശ വിദ്യകള്. അപ്പൊ അവയെ കലനം ചെയ്യുന്നവൾ എന്ന് നമുക്കെടുക്കാം. കല്യ, കലാവിദ്യകളില് നൈപുണ്യമുള്ളവൾ. ഇപ്പൊ സരസ്വതി രൂപത്തില് കലാവിദ്യകൾക്ക് ആ ഒരു അധിഷ്ഠാത്രിയായി സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ കല്യ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, എല്ലാ കലാവിദ്യകളിലും ഒളിഞ്ഞിരിക്കുന്ന ശക്തി, അല്ലെ? അപ്പൊ സൃഷ്ടി എന്നത് ആ ഒരു കല്യ ശബ്ദത്തിന് അർത്ഥമുള്ളത് കൊണ്ട് സൃഷ്ടി രൂപിണി, സൃഷ്ടികർത്തി, രോഗമില്ലാത്ത അവസ്ഥ എന്ന അർത്ഥമുള്ളത് കൊണ്ട് ഉപാസകർക്ക് ആരോഗ്യത്തെ കൊടുക്കുന്നവൾ എന്ന് നമുക്ക് അർത്ഥമെടുക്കാം, അല്ലെ? അതിന് സാമർഥ്യമുള്ളവൾ. അപ്പൊ ആ അർത്ഥമുള്ളത് കൊണ്ട് ആ സാമർഥ്യം ദാനം ചെയ്യുന്നവൾ എന്ന കല്യാ ശബ്ദം എന്ന് പറഞ്ഞ് ഇതിന് ഇങ്ങനെയൊക്കെ നമുക്ക് അർത്ഥങ്ങൾ എടുക്കാം. അപ്പോ ആ ഒരു മംഗള സ്വരൂപിണിയായിരിക്കുന്ന, വിവിധ രീതിയിൽ
ആചാര്യന്മാർ ഈ നാമത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എല്ലാത്തിലും മംഗളത്തെ കൊടുക്കുന്നവളായിരിക്കുന്നവൾ. വിദഗ്ധ. വിദഗ്ധ എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യമുള്ളവൾ, സാമർഥ്യമുള്ളവൾ, ആ ഒരു വൈദഗ്ധ്യം രൂപമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ജീവികളിൽ ഏത് കാര്യത്തിൽ ചാതുര്യം കാണുന്നുണ്ടെങ്കിലും അത് ദേവീ ചൈതന്യം കൊണ്ടാണ്. ഇപ്പൊ കലകളിലോ പ്രവർത്തികളിലോ കാണുന്ന ആ ഒരു സാമർഥ്യം ദേവീ രൂപമാണ്, അല്ലെ? ഈ പക്ഷത്തിൽ അതാണ് അതിന്റെ അർത്ഥം. വിദഗ്ധ എന്നുള്ളതിന് സ്വതന്ത്രശീലമുള്ളവൾ എന്നും അർത്ഥം എടുക്കാം. ഇപ്പൊ മറ്റാരുടെ നിയന്ത്രണത്തിനും വിധേയമല്ലാത്തവൾ, സ്വതന്ത്ര. ബൈന്ദവാസന. ഇപ്പൊ ബിന്ദുവിനെ സംബന്ധിച്ചതാണ് ബൈന്ദവം നമ്മൾ കണ്ടു, ഇല്ലേ? അപ്പൊ ബൈന്ദവം ആസനമാക്കിയവൾ. അപ്പൊ ആജ്ഞാചക്രത്തിന് മുകളില് സഹസ്രാര പത്മത്തിന്റെ മധ്യത്തില് ശരീരത്തെ എടുക്കുകയാണെങ്കിൽ സഹസ്രാരത്തിന്റെ മധ്യത്തില് ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. ശ്രീചക്രത്തിന്റെ കേന്ദ്ര ത്രികോണ മധ്യത്തിലുള്ള സർവാനന്ദമയ ചക്രം ആസനമായിട്ടിരിക്കുന്നവൾ. ഇതാണ് തന്ത്രവിധി പ്രകാരമുള്ള വ്യാഖ്യാനം. ഇപ്പൊ ബിന്ദുക്കളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ അതാണ് ബൈന്ദവം, ഇല്ലേ? ബിന്ദു സമൂഹം ആസനമായിരിക്കുന്നവൾ എന്ന് നമുക്ക് മന്ത്രപരമായിരിക്കുന്ന അർത്ഥം എടുക്കാം. ഇപ്പൊ ബിന്ദു, ആ ഒരു ബിന്ദു വ്യൂഹം പ്രവക്ഷ്യാമി ബീജരൂപം വരാനനെ ഹകാരം ബിന്ദുരൂപേണ ബ്രഹ്മാണം വിദ്ധി പാർവതി നകാരം ബിന്ദു സർഗാഭ്യാം ഹരിശ്ചാഹം സുരേശ്വരി അവിനാഭാവേന സംബന്ധൗ ലോകേ ഹരി ഹരാവിധി. ഇത് എന്താ പറയാ, ദേവിയെക്കുറിച്ച്, ബിന്ദു സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെക്കുറിച്ച് ജ്ഞാനാർണവം പറയുന്നതാണ്. ബിന്ദു വ്യൂഹം എന്നതുകൊണ്ട് മന്ത്രബീജങ്ങളായിരിക്കുന്ന അക്ഷരങ്ങളെയും കുറിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അവയിലെല്ലാം തന്നെ ആ ഒരു ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ ഇനി ദേവിയുടെ തത്വത്തെ കുറിച്ച് പറയാണ്. തത്വാധിക, തത്വമയി, തത്വമർത്ഥ സ്വരൂപിണി, സാമഗാനപ്രിയ, സൗമ്യ, സദാശിവ കുടുംബിനി. ഇപ്പൊ തത്വാധിക, തത്വ പ്ലസ് അധിക, തത്വങ്ങൾക്ക് അപ്പുറം നിലകൊള്ളുന്നവൾ. തത്വങ്ങൾ 36 നമ്മള് എന്താ പറയാ, അവ ഭൂതങ്ങളാണ്. അതില് ഭൂതങ്ങൾ 5: പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം. അവരുടെ ഗുണങ്ങൾ 5: രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം. ജ്ഞാനേന്ദ്രിയങ്ങൾ 5: ഗന്ധശക്തി, കാഴ്ചശക്തി, കേൾവിശക്തി, സ്പർശനശക്തി, സ്വാദിന്റെ ശക്തി. കർമ്മേന്ദ്രിയങ്ങൾ 5: മുഖം, പാദം, പാണി, പായു, ഉപസ്ഥം. പ്രാണൻ 10: പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ, നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ചക്രങ്ങൾ 6: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇവയ്ക്കെല്ലാം അപ്പുറത്ത് നിൽക്കുന്നവൾ. പായു എന്ന് പറഞ്ഞാൽ വിസർജന ഇന്ദ്രിയാണ്. ഉപസ്ഥം ജനനേന്ദ്രിയം. ഇതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്നവൾ തത്വമയി. തത്വ പ്ലസ് മയി, ജ്ഞാതവും അജ്ഞാതവുമായിരിക്കുന്ന എല്ലാ തത്വങ്ങളിലും നിലകൊള്ളുന്നവൾ. തത്വം അർത്ഥസ്വരൂപിണി. തദത്വം അർത്ഥസ്വരൂപിണി. ത്വം എന്നാൽ അതിന്റെ അർത്ഥം തന്നെ രൂപമായിട്ടിരിക്കുന്നവൾ. തത് എന്ന് പറഞ്ഞാൽ എന്താ? അത്, ജീവാത്മാവ്, അല്ലെ? ത്വം, അത് നീ, പരമാത്മാവ്. ഇപ്പൊ മോക്ഷാവസ്ഥയില് രണ്ടും ഒന്നായിട്ട് മാറുന്നു, അല്ലെ? ആ അവസ്ഥ തന്നെ രൂപമായിട്ടിരിക്കുന്നവൾ. സാമഗാനപ്രിയ, സാമഗാനം ഇഷ്ടപ്പെടുന്നവൾ. സൗമ്യ, സൗമ്യശീലയായിട്ട് ഭക്തന്മാർക്കും ആശ്രിതർക്കും അനുഭവപ്പെടുന്നവൾ. സദാശിവ കുടുംബിനി, സദാശിവ കുടുംബിനി. എപ്പോഴും കുടുംബങ്ങൾക്ക് മംഗളം നൽകുന്നവൾ. സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, ശിവ എന്ന് പറഞ്ഞാൽ മംഗളം. ഇപ്പൊ ശ്രീ പരമേശ്വരന്റെ സഹധർമ്മിണിയായിരിക്കുന്ന മഹായോഗിനിയായിരിക്കുന്ന സാക്ഷാത് ശ്രീ പാർവതി ദേവി എന്നും നമുക്ക് ഈ അർത്ഥത്തിലെടുക്കാം. സദാശിവ കുടുംബിനി, അല്ലെ? അപ്പോ തത്വാധിക, തത്വമയി, തത്വമർത്ഥ സ്വരൂപിണി. അപ്പൊ തത്വങ്ങളെക്കാൾ അധികമായിട്ടിരിക്കുന്നവൾ. പ്രളയകാലം വരെ നശിക്കാത്ത നിലനിൽക്കുന്ന തത്വങ്ങള്, ഇല്ലേ? അതിൽ 25 എന്ന് പറയുന്നു ശിവതത്വങ്ങളെ, 36 എന്നും 96 ഒക്കെ പക്ഷമുണ്ട്. ഈ നാമത്തിന്റെ വ്യാഖ്യാനത്തില് ആചാര്യന്മാര് 36 തത്വങ്ങളാണ് ആ ഒരു എന്താ പറയാ നശിക്കുന്ന കാലത്തും നാശമില്ലാത്ത നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടേതാണ് 36 തത്വങ്ങള്, അല്ലെ? അപ്പൊ തത്വാധിക എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അതിനും അപ്പുറത്ത് നിൽക്കുന്നവൾ. അപ്പോ ഈ പ്രപഞ്ചത്തിലെ ആധാര ഘടകങ്ങളായിരിക്കുന്ന തത്വങ്ങള് നശിക്കുമ്പോഴും നശിക്കാതെ നിൽക്കുന്നവൾ ആയിട്ട് ഒരാളേ ഉള്ളൂ, അത് ദേവിയാണ്. തത്വം എന്ന പദം ശിവതത്വത്തെ കുറിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ചിത് രൂപമായിട്ടിരിക്കുന്നവൾ. തത്വമയി, തത്വങ്ങളുടെ രൂപത്തോടു കൂടിയവൾ. ഇപ്പൊ മുന്നാമത്തിന് 25 36 നമ്മൾ കണ്ടു. ഈ തത്വം എല്ലാം തന്നെ ദേവീ സ്വരൂപങ്ങളാണെന്ന് താല്പര്യം. ഇപ്പൊ സത്ത് എന്ന ആ തത്വവും ചിത്ത് എന്ന വിദ്യാതത്വവും ആനന്ദം എന്ന ശിവതത്വവും രൂപമായിട്ടിരിക്കുന്നവൾ. അപ്പോ
തത്വമസി എന്ന മഹാവാക്യത്തിന്റെ രൂപമായിട്ടിരിക്കുന്നവൾ എന്ന് പറയാം. തത് ത്വം ഐ. അപ്പൊ ആ ഒരു പദച്ഛേദം, അപ്പൊ ഐ എന്ന് സംബോധന സ്വീകരിക്കണം. അല്ലയോ ദേവി, അമ്മ, അല്ലെങ്കിൽ ബ്രഹ്മം, അല്ലെ, നിൻ തിരുവടി തന്നെയാണ് എന്ന് പദാർത്ഥത്തിൽ എടുക്കാം. തത്വമർത്ഥ സ്വരൂപിണി. അപ്പൊ തത് ത്വം അസി എന്ന മഹാവാക്യം, ആ മഹാവാക്യത്തിലെ തതും ത്വം ഈ പദങ്ങളുടെ അർത്ഥമായിരിക്കുന്ന ശരീര ജീവന്മാരുടെ ഐക്യ സ്വരൂപമായിട്ടിരിക്കുന്നവൾ. അപ്പൊ നമ്മൾ 906 നാമത്തിൽ സൂചിപ്പിച്ച തത്വങ്ങളുടെ അർത്ഥം സ്വരൂപമായവളെന്ന് തന്നെയാണ് തത്വങ്ങളുടെ ചൈതന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ തത്വം എന്ന പദത്തിന് വ്യാവഹാരിക ഭാഷയില് സത്യം, സാരം, യഥാർത്ഥ ധർമ്മം, സത്വരജസ് തമോ ഗുണങ്ങള്, നൃത്തത്തിലെ ആ ഒരു കരണ വ്യാപാര രീതി, ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ അർത്ഥസ്വരൂപിണിയായിട്ടിരിക്കുന്നവൾ. സാമഗാനപ്രിയ. സാമഗാനം വളരെ പ്രിയമാണ് ദേവിക്ക്, അല്ലെ? സാമവേദ മന്ത്രങ്ങള് പാടാനുള്ളതാണ്. അപ്പൊ സംഗീതപ്രിയയും സംഗീത രൂപിണിയുമായിരിക്കുന്ന ലളിതാംബിക സാമഗാനങ്ങളെ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. സൗമ്യ. സോമനെ സംബന്ധിച്ചത് സൗമ്യം, സൗമ്യമായിട്ടിരിക്കുന്നവൾ, ശാന്തതയുള്ളവൾ, ശുഭരൂപിണി. ആ ഒരു പ്രകാശമായിട്ടിരിക്കുന്ന പ്രകാശവതി, അല്ലെ? അപ്പൊ ശാന്തതയും ശുഭത്വവും പ്രകാശവും ആഹ്ലാദകാരിത്വവും സോമന്റെ ഗുണങ്ങളാണ്. അപ്പൊ അത് ആ ഒരു സൗമ്യാതി രൗദ്രയായിട്ടിരിക്കുന്ന ദേവിക്ക് എന്താ പറയുക, ദേവി മഹാത്മ്യം പറയുന്നു, അതിസൗമ്യ അതിരൗദ്രായ നദാസ്തസ്യ നമോ നമ എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഏതത്തെ വദനം സൗമ്യം ലോചനത്രയ ഭൂഷണം പാതിനോ സർവഭീതിപ്യോ കാത്യായനി നമോസ്തുതേ, ഇല്ലേ? സൗമ്യ സൗമ്യതര അശേഷ സൗമ്യേഭ്യസ്ത്യ അതിസുന്ദരി പരാപരാണം പരമ ത്വമേവ പരാശക്തി എന്നും കാണുന്നുണ്ട്. അപ്പൊ ദേവി മഹാത്മ്യത്തിലെ 3 സ്തോത്രങ്ങളിലും ദേവിയെ സൗമ്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ നാമത്തിൽ സൗമ്യ എന്നുള്ള പദം പറയുമ്പോൾ എന്താണ്? ആ ഒരു എന്താ നമുക്ക് സോമയാഗം കൊണ്ട് സന്തോഷിക്കുന്നവൾ, അല്ലെങ്കിൽ സോമയാഗം അർഹിക്കുന്നവൾ എന്നൊക്കെ കൂടെ എടുക്കാം. അപ്പൊ സാ ഉമ. അപ്പൊ ഉമയോട് കൂടിയ ശിവൻ. അപ്പൊ ആ ഒരു സോമശബ്ദത്തെ പിരിച്ചു പറയണമെങ്കിൽ എന്താ പറയാ, ഉമാസഹിതനായിരിക്കുന്ന ശിവനാണ് സോമൻ. അപ്പൊ തന്റെ അവയവമായിട്ടുള്ളവൾ എന്ന നാമം കൊണ്ട് വ്യാഖ്യാനം എടുക്കാം. അപ്പൊ ഉമാസഹിതനായിരിക്കുന്ന ശിവനും ലക്ഷ്മി സഹിതനായിരിക്കുന്ന വിഷ്ണുവും സരസ്വതി സഹിതനായിരിക്കുന്ന ബ്രഹ്മാവും ഏത് ദേവിയുടെ അംഗം മാത്രമാണ് അവൾ. അപ്പോ സോമൻ എന്ന് പറഞ്ഞാൽ സ ഉമ എന്നുള്ളത് വളരെ സാമ്പൻ, സോമൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശിവനോട് ചേർന്നിരിക്കുന്നവൾ. സദാശിവ കുടുംബിനി, സദാശിവന്റെ കുടുംബിനി, അതായത് ഭാര്യയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ശ്യാമള, ശുദ്ധവിദ്യ തുടങ്ങിയ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. എല്ലായ്പ്പോഴും മംഗളരൂപികളായിരിക്കുന്ന ശക്തി സമൂഹത്തോടു കൂടിയവൾ. എന്നും മംഗളകരമായിരിക്കുന്ന മന്ത്ര സമൂഹത്തിന്റെ ദേവതകളാൽ ആവൃതയായ ശ്രീവിദ്യ മന്ത്ര സ്വരൂപിണിയായിട്ടിരിക്കുന്നവളാണ് ആ ഒരു സദാശിവ കുടുംബിനി. അടുത്ത നാമങ്ങള് സവ്യാപസവ്യ മാർഗസ്ഥ, സർവാപത് നിവാരിണി, സ്വസ്ഥ, സ്വഭാവമധുര, ധീര, ധീര സമർച്ചിത. അപ്പൊ സവ്യാപസവ്യ മാർഗസ്ഥ, സവ്യ അപസവ്യ മാർഗസ്ഥ, സവ്യവും അപസവ്യവുമായിരിക്കുന്ന മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. രണ്ടും ആത്മാവിന്റെ ഗതികളെയാണ് പറയുന്നത്. സവ്യം എന്ന് പറഞ്ഞാൽ ഇടത്തുള്ളത്, അപസവ്യം വലത്തത്. അപ്പൊ സവ്യമാർഗം ഉത്തരായന മാർഗം അല്ലെങ്കിൽ ജ്യോതിർമാർഗം, അപസവ്യമാർഗം ദക്ഷിണായനം അല്ലെങ്കിൽ ധൂമമാർഗം. അപ്പൊ ആദ്യത്തേത് ഉപാസകന്മാരുടെ ഗതി, രണ്ടാമത്തേത് ലൗകികന്മാരുടെ ഗതി. ഈ 2 ഗതികളിലും അമ്മ നിറഞ്ഞു നിൽക്കുന്നു. സവ്യം എന്ന് പറഞ്ഞാൽ ഇടത്തു നിന്ന് വലത്തേക്ക്. സർവ ആപത് നിവാരിണി, സർവ ആപത് നിവാരിണി. അപ്പൊ എല്ലാ ആപത്തുകളെയും ഒഴിവാക്കുന്നവൾ. ഇപ്പൊ മുകളിലേക്ക് എറിഞ്ഞ കല്ലെന്താ, തലയിൽ വീഴും, അല്ലെ? അത് മുമ്പേ തടയാനാകുന്നത് പോലെ മുൻ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെയും അമ്മയുടെ സഹായത്തോടുകൂടി നമുക്ക് ഒരു ഉപാസകനെ ക്രമീകരിക്കാൻ കഴിയും എന്നാണ് ഇത് പറയുന്നത്. സ്വസ്ഥ, തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ, സ്വയം നിറഞ്ഞവൾ, സ്വഭാവമധുര, സ്വഭാവമധുര, സ്വന്തം ഭാവം തന്നെ മധുരമായിട്ടിരിക്കുന്നവൾ. ധീര, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ. ധീര സമർച്ചിത, ധീര പ്ലസ് സമർച്ചിതയാണ്. ധീര എന്ന് പറഞ്ഞാൽ ഉറച്ച ബുദ്ധിയുള്ളവര്, ധീരന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ. അപ്പോ സവ്യാപസവ്യ മാർഗസ്ഥ വളരെ ഒരു എന്താ പറയാ
പ്രധാന വാക്കാണ്. കാരണം സവ്യം, അപസവ്യം, മാർഗം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്ന ദേവി അല്ലെ. അപ്പോ എന്താ പറയാ, ദേവി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണു. അപ്പൊ സവ്യമാർഗവും അപസവ്യമാർഗവും ദേവിയാണെന്ന് തന്നെയാ പറയുന്നത്. സവ്യം സൃഷ്ടിയെയും അപസവ്യം ലയത്തെയും മാർഗം സ്ഥിതിയെയാണ് കുറിക്കുന്നത്. അപ്പൊ സൃഷ്ടി, ലയം, സ്ഥിതി എന്നിവയിൽ പ്രവർത്തിക്കുന്നവൾ. സൃഷ്ടി, സ്ഥിതി, ലയകാരിണി. ഇപ്പൊ സൂര്യമണ്ഡലത്തെ നമ്മൾ ഉത്തരം, ദക്ഷിണം, മധ്യം എന്ന 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഈ 3 മാർഗങ്ങളിലൂടെ ഗ്രഹ നക്ഷത്രാദികൾ ചലിക്കുന്നു. ഉത്തരമാർഗത്തിന് സവ്യമെന്നും ദക്ഷിണമാർഗത്തിന് അപസവ്യമെന്നും മധ്യമാർഗത്തിന് മാർഗമെന്നുമാണ് പേര്. ഈ 3 വീഥികളിലും സ്ഥിതി ചെയ്യുന്നവൾ. സവ്യം എന്ന് പറഞ്ഞാൽ ഇടാനാടി, അപസവ്യം എന്ന് പറഞ്ഞാൽ പിങ്കളാനാടി, സുഷുമ്ന മാർഗം എന്ന് പറഞ്ഞാൽ സുഷുമ്ന. ഈ പക്ഷത്തിൽ ഇടാ, പിങ്കള, സുഷുമ്ന നാടിത്രയങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. സവ്യമെന്നും അപസവ്യമെന്നും ഉപാസനാ മാർഗങ്ങളിൽ 2 എണ്ണം ഉണ്ട്. അതിൽ സവ്യമാർഗം എന്ന് പറയുന്നത് വൈദിക മാർഗം, വാമാചാര തന്ത്രങ്ങൾ അനുസരിച്ചുള്ള ഉപാസന അപസവ്യ മാർഗം. ഇപ്പൊ രണ്ടും ദേവി പ്രാപ്തിക്കുള്ള മാർഗങ്ങൾ തന്നെയാണ്. സവ്യവും അപസവ്യവുമായിരിക്കുന്ന ഉപാസനാ മാർഗങ്ങളിലൂടെ ദേവിയെ പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് ദേവി ഈ 2 മാർഗങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൾ. സർവ ആപത് നിവാരിണി, എല്ലാ ആപത്തുകളെയും ഇല്ലേ നിവാരണം ചെയ്യുന്നവൾ. അഷ്ടമ്യാം ചതുർദശ്യാം നവമ്യാം ചൈകചേതന ശോഷ്യന്തി ചൈവ ഏ ഭക്ത്യ മമ മാഹാത്മ്യം ഉത്തമം. ദേവി മഹാത്മ്യത്തിൽ അമ്മ എന്താ പറയുന്നത്? കാരണം ആരാണോ ന തേഷാം ദുഷ്കൃതം കിഞ്ചിത് ദുഷ്കൃതോഥ ന ചാപദ ന ഭവിഷ്യന്തി ദാരിദ്ര്യം നൈവ ഇഷ്ടവിയോജനം ശത്രുതോ ന ഭയം ദസ്യതോ വാനരാജത ന ശാസ്ത്രോ അനലോ യാ ഘാത് കഥാചിത് സംഭവിഷ്യതി. ഇപ്പൊ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, അമ്മ തന്നെ പറയുകയാണ്, എന്റെ മഹാത്മ്യം ഏകാഗ്രതയോടെ അഷ്ടമി, ചതുർദശി, നവമി എന്നുള്ള തിഥികളിൽ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ദുഷ്കൃതോത്ഥങ്ങളായിരിക്കുന്ന ആപത്തുകളോ ഉണ്ടാകില്ല. ശത്രുക്കളിൽ നിന്നോ ചോരന്മാരിൽ നിന്നോ രാജാവിൽ നിന്നോ ആയുധങ്ങള്, അഗ്നി, ജലം തുടങ്ങിയവയിൽ നിന്നോ ഒരിക്കലും ഭയം ഉണ്ടാകുന്നില്ല. ഇത് ദേവി മഹാത്മ്യത്തിൽ ദേവി തന്നെ പറയുന്നതാണ്. ഇത് ദേവിയുടെ വാക്കാണ്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് അവിടെ യാതൊരു സംശയത്തിനും ഇടയില്ല അല്ലെ. ഇങ്ങനെ ചെയ്യുന്നവർക്ക്, ദേവി ഉപാസകർക്ക് ദേവി തീർച്ചയായിട്ടും പൂർണ്ണമായ സംരക്ഷണം കൊടുക്കും. സ്വസ്ഥ, തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവള് അല്ലേ. അപ്പൊ നമ്മുടെ ദുഃഖകൃത ചാഞ്ചല്യ ഭാവ സ്വസ്ഥ എന്ന് സൗഭാഗ്യ ഭാസ്കര, അതായത് ദുഃഖകൃതങ്ങളായിരിക്കുന്ന ചാഞ്ചല്യം ഇല്ലാത്തവൾ. അപ്പൊ സ്വ എന്നുള്ള ശബ്ദത്തിന് സ്വർഗവാചിയായിട്ടും പ്രയോഗമുണ്ട്. അപ്പൊ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, സ്വർഗത്തിന്റെ അധ്യക്ഷയായിട്ടിരിക്കുന്നവൾ എന്നും പറയാം. മധുരമായ സ്വഭാവമുള്ളവൾ. അപ്പോ ആ ഒരു സർവ അഭിലഷണീയമായിരിക്കുന്ന ഭാവമുള്ളവൾ അല്ലെ. മധുരാപുരിയിലെ മീനാക്ഷി കുടികൊള്ളുന്നവൾ എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനം പറയാം. ഈ പദത്തെ പല രീതിയിൽ പിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ ധീര, പണ്ഡിത, ധൈര്യമായിട്ട് ധൈര്യവതി. അപ്പൊ ധീ എന്ന് പറഞ്ഞാൽ എന്താ? അദ്വൈത ബുദ്ധി അല്ലെ. രാതി, കൊടുക്കുന്നവൾ. അപ്പൊ നമ്മള് നല്ല ബുദ്ധിയെ കൊടുക്കുന്നവൾ. അപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ നല്ല ബുദ്ധി കിട്ടുള്ളൂ അല്ലെ. അപ്പോ ആ ഒരു അനുഗ്രഹം കൊടുക്കുന്നവൾ, പണ്ഡിതർക്ക് ധൈര്യവും അദ്വൈത ബുദ്ധിയും ഉപാസകർക്ക് നൽകുന്നവൾ എന്ന് സൂചന. ധീര സമർച്ചിത, ധീരന്മാരാല് സമ്യക്കവണ്ണം അർച്ചിക്കപ്പെടുന്നവൾ. ഇവിടെ ധീര ശബ്ദത്തിന് പണ്ഡിതനെന്നും ധൈര്യമുള്ളവനെന്നും അർത്ഥമുണ്ട്. അപ്പൊ പുരുഷാർത്ഥ പ്രാപ്തിക്ക് വേണ്ടി ദേവിയെ ഇവരെല്ലാം തന്നെ അർച്ചിക്കുന്നു. അപ്പൊ ആ ഒരു വിജ്ഞാനമുള്ളവര് ദേവിയെ ആശ്രയിക്കണു. വിക്രമികളായിരിക്കുന്ന ധീരന്മാര് ആ ഒരു വിക്രമ ചാതുര്യത്തിന് വേണ്ടിയും ദേവിയെ ആശ്രയിക്കുന്നു. ചൈതന്യാർക്യ സമാരാധ്യ. അടുത്ത നാമങ്ങള് ചൈതന്യാർക്യ സമാരാധ്യ, ചൈതന്യ കുസുമപ്രിയ, സദോദിത, സദാതുഷ്ട, തരുണാദിത്യ പാടല. ചൈതന്യ അർഘ്യ സമാരാധ്യ, ചൈതന്യമാകുന്ന അർഘ്യം കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ. അർഘ്യം എന്ന് പറഞ്ഞാൽ പൂജാദ്രവ്യം. ചൈതന്യം, പ്രാണായാമം, മന്ത്രം ആദിയായവ കൊണ്ട് വർദ്ധിച്ചെടുക്കുന്ന പ്രാണോർജം. ചൈതന്യ കുസുമപ്രിയ, ചൈതന്യ കുസുമപ്രിയ. അപ്പൊ ചൈതന്യമായിരിക്കുന്ന കുസുമങ്ങളിലെ പ്രിയമുള്ളവൾ. സദോദിത, സത് ഉദിത, ആത്മജ്ഞാനികളിൽ ഉദിച്ചുയരുന്ന സത്യമായിട്ടിരിക്കുന്നവൾ. ഉദിത എന്ന് പറഞ്ഞാൽ ഉദിച്ച, സത് എന്ന് പറഞ്ഞാൽ സത്യം. സദാ തുഷ്ട,
സജ്ജനങ്ങളില് തുഷ്ടിയായിട്ടിരിക്കുന്നവൾ, അതായത് സത്തുക്കളില് തുഷ്ട എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചിരിക്കുന്നവൾ. തരുണാദിത്യ പാടല, തരുണ സൂര്യനെ പോലെ തീഷ്ണമായിരിക്കുന്ന ശോഭയോടെ യോഗികൾക്ക് ദർശനം കൊടുക്കുന്നവൾ. തരുണ സൂര്യൻ എന്ന് പറഞ്ഞാൽ മധ്യാഹ്നത്തിന് മുമ്പുള്ള സൂര്യനാണ്. പാടലം എന്ന് പറഞ്ഞാൽ ചുവന്ന, ആ ഒരു ചുവന്ന ശോഭയുള്ളത്. ചൈതന്യാർഘ്യ സമാരാധ്യ, ചൈതന്യമാകുന്ന അർഘ്യം കൊണ്ട് ആരാധിക്കപ്പെടേണ്ടവളാണ്. പൂജയ്ക്ക് മന്ത്രപൂരിതമാക്കിയിരിക്കുന്ന ജലം അർഘ്യം, ഇവിടെ ജ്ഞാനരൂപമായിരിക്കുന്ന ചൈതന്യത്തെയാണ് അർഘ്യമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ജ്ഞാനം കൊണ്ട് ആരാധിക്കപ്പെടേണ്ടവൾ, ജ്ഞാനാർഘ്യം അല്ലെ. ഇപ്പൊ ചൈതന്യ ശബ്ദം കൊണ്ട് ആ ഒരു ഭുവനേശ്വരി മന്ത്രം സൂചിതമാകുന്നുണ്ട് ആ ഒരു മന്ത്ര വ്യാഖ്യാനത്തില്. അപ്പൊ ആ ഒരു ദശഹസ്തം ആവർത്തി ചൈതന്യ മന്ത്രം ജപിച്ച് ആ ഒരു മന്ത്രഭൂതമാക്കിയ ജലം കൊണ്ട് ആ ഒരു എന്താ പറയാ ദശോപചാരങ്ങള്, അതായത് ഒന്നായി ആ അർഘ്യതർപ്പണം ദേവിക്ക് നടത്തുന്നത് സർവപാപകരമാണെന്ന് ശാസ്ത്രസമ്മതമാണ്. അപ്പോൾ ചൈതന്യ മന്ത്രം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഭുവനേശ്വരി മന്ത്രം അത് തന്നെയാണ് അല്ലെ. എന്താണ് ഭുവനേശ്വരി മന്ത്രം? ഹ്രീംകാരം തന്നെ. അപ്പോ ആ ഒരു എന്താ പറയാ ഉപചാരങ്ങളിൽ ഒന്നായിരിക്കണം അർഘ്യ സമർപ്പണം. അപ്പൊ ഹ്രീംകാര മന്ത്രം ജപിച്ച് ദേവിക്ക് അർഘ്യം സമർപ്പിച്ചാല് വളരെ വിശേഷമാണ്, സർവപാപഹരമാണെന്ന് പറയുന്നു. ചൈതന്യ കുസുമപ്രിയ, ചൈതന്യമാകുന്ന ആ കുസുമത്തെ ഇഷ്ടപ്പെടുന്നവൾ, ചിദ്രൂപമായിരിക്കുന്ന ജ്ഞാനം, അതിനെയാണ് ചൈതന്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ആ ഒരു കാവ്യ രീതിയിൽ കുസുമമായിട്ട് രൂപം ചെയ്തിരിക്കുകയാണ്. ജ്ഞാനമാകുന്ന കുസുമം പ്രിയമായിട്ടുള്ളവൾ. സൗന്ദര്യ ലഹരി പറയണു, അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദ്വീപനഗരി ജഡാനാം ചൈതന്യ സ്തപക മകരന്ദ ശ്രുതീഞ്ചരി ദരിദ്രാണാം ചിന്താമണി ഗുണനിക ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്ര മുരരിപു വരാഹസ്യ ഭവതി. സൗന്ദര്യ ലഹരി 3-ാമത്തെ ശ്ലോകം. അല്ലയോ ഭഗവതി, നിൻ തിരുവടിയുടെ ആ ഒരു പാംസുക്കള് അവിദ്യ ഉള്ളവരുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്നു. ജ്ഞാനമാകുന്ന സൂര്യന്റെ ഉദയം, ആ ഉദയസ്ഥാനമായിരിക്കുന്ന മിഹിര മണ്ഡല നഗരി അല്ലെ, മന്ദബുദ്ധികൾക്ക് ചൈതന്യമാകുന്ന പൂങ്കുലയിൽ നിന്ന് ഒഴുകുന്ന തേനിന്റെ പ്രവാഹമാണ്. ഇപ്പൊ നിർധനർക്ക് ആഗ്രഹിക്കുന്ന എല്ലാം കൊടുക്കുന്ന ചിന്താമണി മാലയാണ്. ജന്മജലധിയിൽ മുങ്ങിക്കിടക്കുന്നവൻ വരാഹരൂപിയായിരിക്കുന്ന വിഷ്ണുവിന്റെ തേറ്റയാണ്. ഇപ്പൊ സൗന്ദര്യ ലഹരിയിലെ ജ്ഞാനത്തെ ചൈതന്യ സ്തബകത്തിൽ നിന്നുണ്ടാകുന്ന തേനിന്റെ ഒഴുക്കായിട്ടാണ് രൂപണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ജ്ഞാനം തുടങ്ങിയവയെ പുഷ്പമായിട്ട് ആചാര്യന്മാര് കൽപ്പിക്കാറുണ്ട്. അപ്പോ ആ ഒരു എന്താ പറയാ അഹിംസ, ഇന്ദ്രിയ നിഗ്രഹണം, ഒരു ക്ഷാന്തി, ദയ, ജ്ഞാനം, തപസ്, സത്യം, അപ്പോ ഭാവം, ഇവയെ 8 പുഷ്പങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഈശ്വരാർച്ചനയ്ക്ക് ഏറ്റവും യോജിച്ച പുഷ്പങ്ങള് ബാഹ്യത്തിൽ ചെടികളിൽ നിൽക്കുന്ന പുഷ്പമല്ല, നമ്മുടെ ഉള്ളിലെ തന്നെ ഇല്ലേ. ജ്ഞാനം, തപസ്, സത്യം, ഇവയൊക്കെയാണ് എന്താ പറയാ സത്തെന്ന പൂമൊട്ട്, ചിത്തെന്ന പുഷ്പം, ആനന്ദം എന്ന ഫലം. അപ്പം മൊട്ട്, പൂവ്, ഫലം, ഇത് 3ഉം സച്ചിദാനന്ദത്തെ മൊട്ടും പൂവും കായുമായിട്ട് ആചാര്യന്മാർ വിവരിച്ച് കാണുന്നുണ്ട്. ഇതെല്ലാം അർച്ചിക്കാൻ യോഗ്യത ഉള്ളവൾ, സദാ ഉദിത, ഒരിക്കലും എന്താ പറയാ അസ്തമിക്കാത്ത ജ്യോതിസായിട്ട് നിലകൊള്ളുന്നവൾ. അപ്പോ ആ ഒരു സത്തുക്കളിൽ എല്ലായ്പ്പോഴും പ്രകാശിക്കുന്നവൾ എന്ന് വ്യാഖ്യാനം. അപ്പൊ ജ്ഞാനരൂപമായിരിക്കുന്ന പ്രകാശമായിട്ട് സത്തുക്കളില് ഉദിതയായിട്ടിരിക്കുന്നവൾ. സദാ തുഷ്ട അല്ലെ, അത് നമ്മൾ കണ്ടതാണ്. സദാ തുഷ്ട, എല്ലായ്പ്പോഴും സന്തോഷമുള്ളവൾ. അപ്പോ എന്താ പറയാ സത്തുക്കളിൽ സന്തോഷ രൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. തരുണാദിത്യ പാടല, ഇപ്പൊ മധ്യാഹ്നത്തിന് മുമ്പുള്ള സൂര്യനെ പോലെ വെളുപ്പും ചുവപ്പും കലർന്ന വർണ്ണം, അതായത് സ്ഥൂലരൂപ വർണ്ണയിൽപ്പെടുന്ന നാമമാണിത്. ആ ഒരു സ്ത്രീ വശ്യം, രാജവശ്യം, ജനവശ്യം, ശൃംഗാരം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ഉപാസകന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ദേവീ സ്വരൂപത്തിന് മാറ്റങ്ങൾ വരുത്താറുണ്ട് ഇല്ലേ. അപ്പോ എന്താ ആ ഒരു മോക്ഷധർമ്മ കൽപ്പനയിലെ ശാന്തയും ധവളവർണ്ണ രൂപിയായിട്ട് സ്ത്രീവശ്യം, രാജ്യവശ്യം, ജനവശ്യം എന്നിവയ്ക്ക് പാടലമായിട്ടും ധനസമ്പത്തുകൾക്ക് വേണ്ടിയുള്ള ആരാധനയില്
പീതവർണ്ണമായിട്ടും മാരണകർമ്മങ്ങളില് കൃഷ്ണവർണ്ണമായിട്ടും വിദ്വേഷണത്തില് തവിട്ട് നിറമായിട്ടും ശൃംഗാരത്തില് പാടലവർണ്ണമായിട്ടും ദേവീ രൂപത്തെ സങ്കല്പിക്കപ്പെടുന്നു. അപ്പൊ അടുത്ത നാമങ്ങള് ദക്ഷിണാരാധ്യ ധരസ്മേര മുഖാംബുജ കൗലിനി കേവല അനർഘ്യ കൈവല്യപദദായിനി. ഇപ്പൊ ദക്ഷിണാരാധ്യ, ദക്ഷിണ അദക്ഷിണ ആരാധ്യ. ഇപ്പൊ സമർത്ഥന്മാരാലും ഇല്ലാത്തവരാലും ആശ്രയിക്കപ്പെടുന്നവൾ, ആരാധിക്കപ്പെടുന്നവൾ. ദക്ഷിണ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ, അദക്ഷിണ എന്ന് പറഞ്ഞാൽ സാമർഥ്യമില്ലാത്തവൻ. ധരസ്മേര മുഖാംബുജ, ധര സ്മേര മുഖം, അംബുജ ഭയങ്ങളിൽ ചിരിക്കുന്ന മുഖാംബുജവുമായിട്ട് ഭക്തർക്ക് അനുഭവമാകുന്നവൾ. അപ്പൊ ധരം എന്ന് പറഞ്ഞ ഭയം, സ്മേരം എന്ന് പറഞ്ഞ ചിരി, അല്ലെ? കൗളിനി കേവല, കൗള സമ്പ്രദായത്തിലെ ഉപാസകന്മാരാല് കേവലയായിട്ട് ആരാധിക്കുന്നവൾ. കൗളമാർഗത്തിലെ ദേവിയുടെ സവിശേഷ രൂപമാണ് ആരാധിക്കപ്പെടുന്നത്, അല്ലെ? കേവല എന്നുള്ളത് പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തിന്റെ രൂപമുള്ളവളായും ഇല്ലാത്തവളായും ആരാധിക്കുന്നവൾ. കൗലിനി എന്ന് പറഞ്ഞാൽ കാലസ്വരൂപിണി എന്നുള്ള ഒരു രൂപമുണ്ട്. അനർഘ്യ കൈവല്യ പദദായിനി, അനർഘ കൈവല്യ പദദായിനി, അമൂല്യമായിരിക്കുന്ന മോക്ഷപദത്തെ നൽകുന്നവൾ. അനർഘ്യം എന്ന് പറഞ്ഞാൽ അമൂല്യമായിരിക്കുന്നത്, കൈവല്യം മോക്ഷം അല്ലെങ്കിൽ ഈശ്വര പ്രാപ്തി, ദായിനി നൽകുന്നവൾ. അപ്പൊ ദക്ഷിണാരാധ്യ. അപ്പൊ ദക്ഷിണന്മാരാലും പണ്ഡിതന്മാരാലും അദക്ഷിണന്മാരായിരിക്കുന്ന പാമരന്മാരാലും ആരാധിക്കപ്പെടുന്നവൾ. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? ചതുർവിധ ഭജന്തേ മാം ജന സുഹൃദിനോ അർജുന, അല്ലെ? ആർത്തോ ജിജ്ഞാസോ അർത്ഥാർത്ഥി ജ്ഞാനി ജ്ഞാനീച ഭരതർഷഭ. അപ്പൊ ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് 4 തരത്തില് ഉപാസകരെ 4ആയിട്ട് തിരിക്കാം. അതിൽ ആ ഒരു ജിജ്ഞാസുവും ജ്ഞാനിയും ആ ഒരു എന്താ പറയാ ആ ഒരു ദക്ഷിണന്മാരും ആർത്തനും, അല്ലെ? അർത്ഥാർത്ഥിയും എല്ലാവരും എന്താണ്? എന്നെ ആശ്രയിക്കണു. അപ്പൊ അദക്ഷിണന്മാര്, അല്ലെ? അപ്പൊ ദക്ഷിണ മാർഗത്തിലും വാമമാർഗത്തിലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ഇപ്പൊ വൈദിക ആചാരങ്ങളോടുകൂടിയ തന്ത്രവിധി പ്രകാരവും ആ ഒരു കൗളമാർഗ തന്ത്രപ്രകാരവും ഉപാസിക്കാൻ പറ്റുന്നവൾ. ധരസ്മേര മുഖാംബുജ, അല്പഹാസം കൊണ്ട് ശോഭിക്കുന്ന മുഖാംബുജത്തോട് കൂടിയവൾ, അല്ലെ? നമ്മൾ കണ്ടു മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. ദേവിയുടെ മന്ദസ്മിതം ഒരുപാട് ദേവിയുടെ എല്ലാ പുരാണങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട്, അല്ലെ? മനോഹരമായിരിക്കുന്ന. ധരം എന്നുള്ള പദത്തിന് ഭയം എന്നർത്ഥമുണ്ട്. അപ്പൊ ഭയകാലത്തിൽ പോലും മന്ദസ്മിതം കൊണ്ട് ശോഭിക്കുന്ന മുഖപങ്കജമുള്ളവൾ. ഈ പക്ഷത്തില് നമുക്ക് ഭയകാലത്തെ എന്താണ്? താൻ മാത്രം ശേഷിക്കുന്ന പ്രളയകാലം എന്ന് വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. അപ്പൊ പ്രളയകാലത്തും ദേവിക്ക് ഭയമില്ല, അല്ലെ? അപ്പൊ അങ്ങനെ പറയാം. അത് എന്താ പറയാ, ഉപാസനകൾക്ക് ഭയമുണ്ടാകുന്ന കാലത്താണ് അവര് ദേവിയെ ഭജിക്കുന്നത്. അപ്പൊ ഉപാസകനെ ആ സമയങ്ങളില് ധരസ്മേര മുഖാംബുജിയായിട്ട് അനുഗ്രഹിക്കുന്നവൾ എന്ന് എടുക്കാം. അപ്പൊ കൗലിനി കേവല, കേവലമായിരിക്കുന്ന ആ ഒരു കൗളധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. കൗളധർമ്മം അല്ലെങ്കിൽ കൗലധർമ്മം രണ്ടും എടുക്കാം. കേവല ജ്ഞാനവും രൂപമായിട്ട് ഇരിക്കുന്നവൾ, എന്നും കലർപ്പില്ലാത്ത അവിദ്യ സംബന്ധമില്ലാത്ത ജ്ഞാനം, അതാണ് കേവല ജ്ഞാനം. കൗളം എന്ന് പറഞ്ഞാൽ കൗലം തന്നെയാണ്, അതുകൊണ്ട് കൗളതന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ കേവല ജ്ഞാനമായാലും ആ ഒരു കൗളതന്ത്രമായാലും അതിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. അപ്പൊ കൗളിനി കേവല എന്ന പദം സ്വീകരിച്ച് കാലദേവതകള് ആ ഒരു കേവലകളായിട്ട് നിസാരകളായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ദേവി നിമിത്തമാണ്. അനർഘ്യ കൈവല്യ പദദായിനി. അപ്പൊ അനർഘ്യമായിരിക്കുന്ന, വിലമതിക്കാനാവാത്ത, അത്യുത്തമമായിരിക്കുന്ന, അതിശ്രേഷ്ഠമായിരിക്കുന്ന കൈവല്യപദം ദാനം ചെയ്യുന്നവളാണ് ദേവി. ശരീരജവും ഇന്ദ്രജന്യവുമായിട്ടുള്ള വാസനകളിൽ നിന്ന് മോചിതമായിരിക്കുന്ന ജീവന് പരമചൈതന്യവുമായിട്ട് ഭവിക്കുന്ന സ്ഥിതി, അതാണ് കൈവല്യം. അപ്പൊ അതിശ്രേഷ്ഠമായ ആ പരമഭക്തന്മാർക്ക് മാത്രം ദേവി അനുഗ്രഹിച്ചു കൊടുക്കുന്ന ഒന്നാണിത്. അടുത്തത് സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി. സ്തോത്രപ്രിയ, സ്തോത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. സ്തുതിമതി, സ്തുതികളിലെ സത്തായിട്ടിരിക്കുന്നവൾ. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി.
ഇപ്പൊ ശ്രുതി സംസ്തുത വൈഭവ. ശ്രുതി സംസ്തുത വൈഭവ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ സ്തുതിക്കുന്ന വൈഭവങ്ങളോട് കൂടിയവൾ. ശ്രുതി എന്ന് പറഞ്ഞ വേദം, സംസ്തുത എന്ന് പറഞ്ഞ സ്തുതിക്കുന്ന, പ്രകീർത്തിക്കുന്ന, വൈഭവം ശക്തി. മനസ്വിനി, മനസ്സുകൾക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ, ജീവജാലങ്ങളുടെ മനസ്സുകൾക്ക് അടിസ്ഥാനമായിട്ടിരിക്കുന്നവൾ. മാനവതി, അളവില്ലാത്തവൾ. മാനം എന്ന് പറഞ്ഞ അളവ്. മഹേഷി, മഹാ ഈശി അല്ലെ, ഏറ്റവും മീതെ രക്ഷകയായിട്ടിരിക്കുന്നവൾ. ഈശുത്വം, അതീശത്വം, നിയന്ത്രണം, രക്ഷണം, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മംഗളാകൃതി, ഇപ്പൊ മംഗളമായിരിക്കുന്ന ആകൃതിയുള്ളവൾ. അമ്മയുടെ രൂപങ്ങളിൽ നിന്ന് ആകൃതി അല്ലെ, മംഗളമായിരിക്കുന്ന പ്രാണോർജങ്ങളാണ് പ്രസരിക്കുന്നതെന്ന് അർത്ഥം. ഇപ്പൊ സ്തോത്രപ്രിയ, സ്തോത്രങ്ങളിൽ പ്രിയമുള്ളവൾ. സ്തോത്രം എന്ന് പറഞ്ഞാല് ആരാധ്യ വസ്തുവിന്റെയോ വ്യക്തികളുടെയോ ദേവന്റെയോ ഗുണം, പ്രഭാവം തുടങ്ങിയ വർണ്ണിക്കുന്നതിനാണ് നമ്മൾ സ്തോത്രം എന്ന് പറയുന്നത്. അപ്പൊ പ്രസാദത്തിന് അഭ്യർത്ഥിക്കുകയും ചെയ്യണം ഇല്ലേ. നമ്മൾ 6 വിധമുണ്ട്. അതായത് നമസ്കാരം, ആശിസ്, സിദ്ധാന്തോക്തി, പരാക്രമം, ഐശ്വര്യം, പ്രാർത്ഥന, ഇങ്ങനെ 6 ലക്ഷണമുള്ളതിനെയാണ് നമ്മൾ സ്തോത്രം എന്ന് പറയുന്നത്. ഈ ലക്ഷണങ്ങളുള്ള സ്തോത്രങ്ങളെ ദേവിക്ക് ഇഷ്ടമാണെന്ന് അർത്ഥം. പ്രകൃതത്തില് ഈ സഹസ്രനാമ സ്തോത്രം ഇഷ്ടപ്പെടുന്നവൾ എന്ന് വ്യാഖ്യാനിക്കുക. ഏറ്റവും ഉത്തമമായിരിക്കുന്ന സ്തോത്രമാണ് ലളിതാ സഹസ്രനാമം. അപ്പൊ സ്തുതി മതി. സ്തോത്രങ്ങളിൽ വിവരിക്കപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തവളും ആ ഒരു ഗുണപ്രഭാവ ശക്തികളുള്ളവളും ആയതുകൊണ്ട് സ്തുതി മതി. അപ്പൊ സ്തുതികളുടെ ആ ഒരു എന്താ പറയാ സമാനമായിട്ടിരിക്കുന്നവൾ, സാമമായവൾ. അപ്പൊ സ്തുതികളിൽ ശ്രീദേവി എന്തെങ്കിലും ഒരു സംഭവത്തിൽ പ്രകടിതമായിരിക്കുന്ന മഹാത്മ്യം, ഏതാനും ഗുണങ്ങൾ മാത്രമേ വർണ്ണിക്കാൻ ഇടയുള്ളൂ. എല്ലാ സ്തോത്രങ്ങളും ചേർന്ന ആ ഒരു ദേവീ മഹാത്മ്യത്തിന്റെ അല്പമാത്രമായിരിക്കുന്ന ഒരു അംശം പോലും അതിലില്ല. എങ്കിലും ദേവിയുടെ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് ദേവിയുടെ സ്തുതിപരമായിരിക്കുന്ന ഈ പുരാണ ഇതിഹാസ സ്തോത്രാദികളിൽ നിന്നാണ് അല്ലെ. അതുകൊണ്ട് സ്തോത്രങ്ങളുടെയും ആ ഒരു സ്തുതികളുടെയും സാരമായിട്ട് ദേവിയെ ഈ നാമം അവതരിപ്പിക്കുന്നു. ശ്രുതി സംസ്തുത വൈഭവ. ശ്രുതികളില്, അതായത് വേദങ്ങളില് സംസ്തുതമായിരിക്കുന്ന, സമ്യക്കാവണ്ണം സ്തുതിക്കപ്പെട്ട ആ ഒരു എന്താ പറയാ ആ ഒരു വൈഭവം, ആ വൈഭവത്തോടു കൂടിയിരിക്കുന്നവൾ, ഇല്ലെങ്കിൽ ആ ഒരു മാഹാത്മ്യമുള്ളവൾ. ഇപ്പൊ വേദങ്ങളും വേദാംഗങ്ങളും വർണ്ണിക്കുന്നത് എന്താണ്? ദേവിയുടെ വൈഭവങ്ങളാണ് ഇല്ലേ. നമ്മൾ കണ്ടു ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളികായേ നമ. ഇപ്പൊ എല്ലാത്തിലും സകലാഗമ സന്തോഷ ശുക്തി സമ്പുട മൗത്തിക എന്ന നാമത്തിലും വേദങ്ങൾ ദേവിയുടെ പ്രഭാവത്തിൽ അല്പമാത്രമേ പ്രദർശിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും എന്താ അടിസ്ഥാന തത്വം, എല്ലാരും പൂജിക്കുന്നത് ദേവിയെ തന്നെയാണ്. മനസ്വിനി, ഇപ്പൊ സ്വതന്ത്രമായിരിക്കുന്ന മനസ്സുള്ളവൾ, മറ്റൊന്നിനും വശമാകാത്ത മനസ്സുള്ളവൾ, എല്ലാ ശക്തികൾക്കും അതീതിയായിട്ടിരിക്കുന്നവൾ, യാതൊരു വിധമായിരിക്കുന്ന ആ ഒരു പാരതന്ത്ര്യവും ദേവിക്കില്ല. ഇപ്പൊ ശ്രേഷ്ഠമായ മനസ്സുള്ളവളാണ് ദേവി. പതിവ്രതയാണ്, മനസ്വിനിയാണ് അല്ലെ. അപ്രകാരമുള്ള മനസ്സുള്ളവൾ, ശ്രേഷ്ഠമായ മനോഭാവം തന്റെ ഭക്തർക്ക് നൽകുന്നവൾ. അപ്പൊ അങ്ങനെ ഉള്ളവർക്കാണ് ദേവി അനുഗ്രഹം കൊടുക്കുന്നതെന്നും ഒരർത്ഥമുണ്ട്. മാനവതി, ഇപ്പൊ സ്വന്തം മേന്മകളെ കുറിച്ച് ബോധമാണ് മാനം. ഇപ്പൊ ദേവീ പക്ഷത്തിലെ പരാഹന്ത എന്ന ഉയർന്ന ആ ഒരു മനോഭാവം, മാനം, അതുള്ളവളാണ് മാനവതി. അപ്പോ മാനം എന്ന പദത്തിന് കീർത്തി എന്നും അർത്ഥമുണ്ട്. മാനം, അളവ്, ആ മറ്റുള്ളവയെ അളക്കുന്നവൾ, ഭക്തരുടെ ഗുണദോഷങ്ങളെ അളന്നറിയുന്നവൾ, ധർമാധർമ്മങ്ങൾ വിവേചിച്ചിട്ട് അനുരൂപമായിരിക്കുന്ന ഫലം കൊടുക്കുന്നവൾ. പ്രണയകോപം എന്നും മാനത്തിന് അർത്ഥമുണ്ട്. പ്രണയകോപത്തോടെ പതിയായിരിക്കുന്ന പരമേശ്വരനോട് പെരുമാറുന്നവൾ. മഹതി, മഹേശ്വര പത്നി അല്ലെ. എല്ലാ ഈശ്വര ശക്തികളും എന്താണ്? ശക്തികളെക്കാൾ മഹത്തായിട്ടിരിക്കുന്നവൾ. മഹതി അല്ലെ, മഹതിയായ ഈശ്വരി. മംഗളാകൃതി, മംഗളം എന്ന ആകൃതി പൂണ്ടവളാണ്. ശുഭകാരുണിയാണ്, ഭക്തർക്ക് നന്മയും ഐശ്വര്യവും കൊടുക്കുന്നവളാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവ അർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ അല്ലെ. ഏറ്റവും എന്താ പറയാ മംഗളകരമായിരിക്കുന്ന ഒരു സ്തുതിയാണ്. അടുത്ത നാമങ്ങള് വിശ്വമാത, ജഗദ്ധാത്രി, വിശാലാക്ഷി, വിരാഗിണി, പ്രഗൽഭ, പരമോദാര, പരാമോദ, മനോമയി. ഇപ്പൊ വിശ്വമാത, ലോകത്തിന്റെ മാതാവായവള്. ജഗദ്ധാത്രി, അപ്പൊ ജഗത്
പ്ലസ് ധാത്രി, ലോകത്തെ പോറ്റി പുലർത്തുന്നവൾ. ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകം, ധാത്രി എന്ന് പറഞ്ഞാൽ വളർത്തമ്മ അല്ലെ. അപ്പൊ വിശാലാക്ഷി, വിശാലമായ അക്ഷികളുള്ളവളാണ് ദേവി. വിശാലം എന്ന് പറഞ്ഞാൽ 3 കാലത്തും വ്യാപിച്ച അക്ഷി. കാഴ്ചശക്തി, ഭൂതം, വർത്തമാനം, ഭാവി ഇതിനെല്ലാം കാണാൻ പറ്റുന്നവൾ എന്നർത്ഥം. വിരാഗിണി, ഒന്നിനോടും ആസക്തിയില്ലാത്തവൾ. പ്രഗൽഭ, ജീവികളിലെ പ്രാഗൽഭ്യത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. പരമോദാര, പരമ ഉദാര, പരമമായിരിക്കുന്ന ഔദാര്യം അതായത് കാരുണ്യമുള്ളവൾ. പിഴ വരുത്തിയാൽ പോലും കാരുണ്യം കുറയ്ക്കാത്തവൾ. പരാമോദ, പര ആമോദ, പരമമായിരിക്കുന്ന ആനന്ദം നിറഞ്ഞവൾ. മനോമയി, ഭക്തന്റെ മനസ്സ് ആകെ നിറഞ്ഞിരിക്കുന്നവളാണ് ദേവി. അപ്പൊ ദേവി ആദ്യത്തെ പേര് തന്നെ എന്താണ്? നമ്മളെ ശ്രീമാത എന്ന് വിളിച്ച പോലെ ദേവിക്ക് വിശ്വമാത, വിശ്വത്തിന് മാതാവായിട്ടിരിക്കുന്നവൾ അല്ലെ. അതുകൊണ്ടാണ് അമ്മയെ നമ്മള് ജഗദംബിക, ജഗത് ജനനി അല്ലെ. ഇപ്പൊ വിശ്വ ശബ്ദത്തിന് വിഷ്ണു എന്ന് അർത്ഥമുണ്ട്. വിഷ്ണുവിന് മാതാവായിരിക്കുന്നവൾ, ത്രിമൂർത്തികൾക്കും മാതാവായിരിക്കുന്നവൾ എന്നും എടുക്കാം. ജഗത് ധാത്രി, ജഗത്തിന് ധാത്രിയായിട്ടിരിക്കുന്നവൾ. ലോകങ്ങൾക്ക് സ്ഥിതികാരിണി, ഭൂമിയുടെ രൂപത്തില് ആ ഒരു ജഗത്തിനെ ധരിക്കുന്നവൾ. വിശാലാക്ഷി, വിശാലങ്ങളായിരിക്കുന്ന അക്ഷിയോട് കൂടിയവൾ. വിശാലമായ കണ്ണുകളെ സ്ത്രീ സൗന്ദര്യ സൂചകമാണ്. സാമുദ്രിക ശാസ്ത്രത്തിലെ ഭൗതിക കാവ്യ സങ്കേതവും സുന്ദരി എന്നർത്ഥം ഇല്ലേ. വിശാല എന്നുള്ള പദം കണ്ണിന്റെ വിശേഷണമായിട്ട് പ്രയോഗിക്കുമ്പോൾ ഉള്ളിലുള്ള ആഹ്ലാദ വികാസത്തെ പ്രതിഫലിക്കുന്ന മനോവ്യാപാരത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. സദാ ആനന്ദരൂപിണിയായിട്ടിരിക്കുന്നു അല്ലെ. കണ്ണുകളിൽ പ്രകടമാണ് ദേവിയുടെ ആനന്ദം. ഇപ്പൊ വാരാണസി ക്ഷേത്രത്തിലെ അധിഷ്ഠാത്രിയായിട്ടിരിക്കുന്ന ദേവി വാരാണസ്യാം വിശാലാക്ഷി അല്ലെ. ഇപ്പൊ വിശാല എന്നത് ആ ഒരു ബദരികാശ്രമത്തെയും കുറിക്കുന്നുണ്ട്. ഈ നഗരം ദേവിയുടെ നേത്രസ്ഥാനമായിട്ട് പ്രസിദ്ധമാണ്. ഇപ്പൊ വിശാല എന്നുള്ള നഗരം അത് നേത്രമായിട്ടുള്ളവൾ. വിരാഗിണി, വൈരാഗ്യമുള്ളവൾ. വിരക്ത, ഇപ്പൊ കൈവശമില്ലാത്ത ഒന്നും തനിക്ക് വേണമെന്ന മനോഭാവം ഇല്ലാത്തവൾ അല്ലെ. കൈവശമുള്ള ഒന്നിനോടും ഒരാസക്തിയും ഇല്ലാത്തവൾ അല്ലെ. രാഗമില്ലാത്തവൾ. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അതുള്ളവളാണ് ദേവി. ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു രാഗവും ഇല്ലാത്തവൾ. പ്രഗൽഭ, ഇപ്പൊ സൃഷ്ടി തുടങ്ങിയ കർമ്മങ്ങളിൽ സാമർഥ്യമുള്ളവളാണ് ദേവി. ഭർത്താവിനെ നിയന്ത്രിക്കുന്നവളും ആ ഒരു എന്താ പറയാ ആ ഒരു രതി കർമ്മത്തിൽ സമർത്ഥയുമായിരിക്കുന്ന സ്ത്രീ എന്നും പ്രാഗൽഭ്യ ശബ്ദത്തിന് അർത്ഥമാണ്. ഭർത്താവായ ശ്രീ പരമേശ്വരന്റെ ശരീരാർത്ഥം തന്നെ സ്വാധീനത്തിലാക്കിയവളാണ് ദേവി. കാമവൈരിയായിരിക്കുന്ന കാമേശനെ കാമാധീനനാക്കി ആ ഒരു ബ്രഹ്മാണ്ട കോടികളെ പ്രസവിച്ചവളാണ് മഹാദേവി. അതുകൊണ്ട് ദേവി പ്രഗൽഭ. അപ്പൊ ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും കീഴ്പ്പെടാത്ത ഭാവം. അപ്പൊ ആ പ്രഗൽഭതയ്ക്ക് അർത്ഥം അങ്ങനെയും പറയാം. മറ്റാർക്കും കീഴ്പ്പെടാത്തവളും സ്വതന്ത്രയും ആകയാലും ദേവി പ്രഗൽഭ. പരമോദാര, പരമമായിരിക്കുന്ന ഔദാര്യമുള്ളവൾ, പരമമായ ഉദാരമായിട്ടുള്ളവൾ എന്ന് നമുക്കെടുക്കാം. ഉദാര ശബ്ദം കൊണ്ട് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കുന്നവൾ, അല്ലെങ്കിൽ എന്നും പരമമായിരിക്കുന്ന ഔദാര്യമുള്ളവൾ എന്നതുകൊണ്ട് ആ ഒരു ധർമാർത്ഥ കാമങ്ങൾ മാത്രമല്ല മോക്ഷവും കൊടുക്കുന്നവൾ എന്നർത്ഥം. പരാമോദ, പരമമായിരിക്കുന്ന സർവ ഉത്കൃഷ്ടമായിരിക്കുന്ന ആമോദത്തെ അതായത് ആനന്ദത്തെ കൊടുക്കുന്നവൾ. പരമാനന്ദം സ്വരൂപമായിട്ടിരിക്കുന്നവളാണ് ദേവി. ആമോദ ശബ്ദത്തിന് പരിമളമെന്നും കീർത്തി എന്നും അർത്ഥമുണ്ട്. അപ്പൊ പരമമായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന കീർത്തിയോട് കൂടിയവൾ പരാമോദ. അടുത്ത മനോമയി. അപ്പൊ മനോമയി എന്താണെന്നാണ് നമ്മൾ കണ്ടത്? ഭക്തന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവൾ അല്ലെ. മനോരൂപമായിട്ടിരിക്കുന്നവൾ, ശുദ്ധ ബ്രഹ്മത്തിന്റെ മനസ്സായി വർത്തിക്കുന്നത് കൊണ്ടാണ് ദേവിക്ക് മനോമയി എന്നുള്ള നാമം. അപ്പൊ എന്താണ്? ജീവികളുടെ മനസ്സ് ദേവി ചൈതന്യമായതുകൊണ്ട് മനോമയി. അടുത്ത നാമങ്ങള് വ്യോമകേശി, വിമാനസ്ഥ, വജ്രിണി, വാമകേശ്വരി, പഞ്ചയജ്ഞപ്രിയ, പഞ്ചപ്രേത മഞ്ചാതിശായിനി. ആദ്യം കണ്ട കുറെ നാമങ്ങൾ വീണ്ടും വരുന്ന റെപ്പറ്റീഷൻ അല്ലിത്. പഞ്ചയജ്ഞപ്രിയ, പഞ്ചപ്രേത മഞ്ചാതിശായിനി. അപ്പൊ വ്യോമകേശി എന്ന് പറഞ്ഞാൽ ആകാശം തന്നെ മുടിക്കെട്ടായിരിക്കുന്നവൾ. വ്യോമം ആകാശം, കേശം മുടി. വിമാനസ്ഥ, വിമാനത്തിൽ ഇരിക്കുന്നവൾ. വിമാനം പ്ലസ് ത, അളവില്ലാത്ത നിലയിൽ സ്ഥിതി ചെയ്യുന്നവൾ.
മാനം അളവ്, വി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത, വിമാനം എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത, സ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ. വജ്രിണി കാഠിന്യ ബലത്തിന് ആധാരമായിരിക്കുന്നവൾ. പ്രകൃതിയിലെ കാഠിന്യം എന്ന ഗുണത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാമകേശ്വരി വാമകേശ്വരന്മാരെ ആരാധിക്കുന്ന രൂപം പൂണ്ടവൾ. വാമകേശ്വര സമ്പ്രദായക്കാര് ഒരു പ്രത്യേക രീതിയിലാണ് ദേവി ആരാധിക്കുന്നത്. പഞ്ചയജ്ഞപ്രിയ പഞ്ചമഹായജ്ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ. പഞ്ചപ്രേത മഞ്ചാതിശായിനി പഞ്ചപ്രേത മഞ്ചത്തിന്റെ അതിശായിനിയായിട്ടിരിക്കുന്നവൾ. 5 നിർജീവങ്ങളായിരിക്കുന്ന മഞ്ചത്തില് ശയിക്കുന്നവൾ. പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ? നിർജീവമായിരിക്കുന്ന പദാർത്ഥം അല്ലെങ്കിൽ ഭൂതം. പഞ്ചപ്രേതം പഞ്ചഭൂതം. മഞ്ചം എന്ന് പറഞ്ഞാൽ കിടക്ക. അതിശായിനി അതില് കിടക്കുന്നവൾ, പഞ്ചഭൂതങ്ങൾക്ക് മേലെ കിടക്കുന്നവൾ. അപ്പൊ പഞ്ചഭൂതത്തില് വ്യാപിച്ചവൾ എന്നർത്ഥം. ഇനിയെല്ലാം പാവച്ച് തുടങ്ങുന്ന പഞ്ചമി, പഞ്ചഭൂതേശി, പഞ്ചസാഖ്യോപചാരിണി എല്ലാം ദേവിയുടെ 5 തത്വങ്ങളെ കാണിക്കുന്നതാണ്. ഇപ്പൊ വ്യോമകേശി വിമാനസ്ഥ. അപ്പൊ വ്യോമകേശനായിരിക്കുന്ന ശിവന്റെ പത്നി, വ്യോമം കേശമായിരിക്കുന്ന ആളാണ് വ്യോമകേശൻ അല്ലെ, വിരാട രൂപനായിരിക്കുന്ന സദാശിവൻ. അപ്പൊ വ്യോമം കേശമായവൾ, വിരാട രൂപത്തിലിരിക്കുന്ന ദേവി. വിമാനസ്ഥ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ സൃഷ്ടാദി കർമ്മങ്ങളുടെ മാതൃകയായിട്ട് മായാ ബ്രഹ്മാണ്ടത്തിലെ വിമാനത്തിലിരുന്ന് ത്രിമൂർത്തികൾക്കും കാണിച്ചു കൊടുത്തവൾ. വിമാനസ്ഥ എന്ന പദം പിരിച്ച് നമ്മൾ വിശേഷണമായിട്ട് പറയും. ആദരവ്, കീർത്തി അല്ലേ? അപ്പൊ ആ ഒരു വിശേഷണ മാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. വിഗതമായിരിക്കുന്ന മാനത്തോട്, അതായത് പരിമാണത്തോട് കൂടിയവൾ, അപരിച്ഛിന്നമായിരിക്കുന്ന ബ്രഹ്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് നമുക്ക് കാണാം. അപ്പൊ വിമാനസ്ഥ എന്ന ആ ഒരു പിരിച്ച് വിശേഷമായിരിക്കുന്ന കാന്തിയോട് കൂടിയവൾ, ഇല്ലെങ്കിൽ വിശേഷമായിരിക്കുന്ന അനത്തിൽ അതായത് ആ ഒരു രഥത്തിൽ, ശകടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ കിരിചക്രാദി രഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും നമുക്ക് എടുക്കാം. വജ്രിണി വജ്രായുധം ധരിച്ചവള്, ഇന്ദ്രശക്തി വജ്രം ധരിച്ച് ദേവി സൈന്യത്തില് നിശുംഭന്മാരെ എതിരായിട്ട് യുദ്ധം ചെയ്ത് പങ്കെടുത്തായിട്ട് ദേവി മഹാത്മ്യം പറയുന്നുണ്ട് അല്ലേ? ഇപ്പൊ വജ്രിയായിരിക്കുന്ന ഇന്ദ്രന്റെ പത്നി ശചീദേവിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. വജ്ര നിർമ്മിതമായിരിക്കുന്ന ആഭരണങ്ങൾ അണിഞ്ഞവളെന്നും എടുക്കാം. വാമകേശ്വരി വാമകന്മാർക്ക് ഈശ്വരിയായിരിക്കുന്നവൾ. വാമകന്മാരെന്ന് പറഞ്ഞാല് വാമമാർഗത്തിൽ ദേവിയെ പൂജിക്കുന്നവളാണെന്ന് കണ്ടു. വാമകേശ്വര തന്ത്രം പ്രസിദ്ധമായിരിക്കുന്ന ദേവി ഉപാസന തന്ത്രമാണ്. ആ തന്ത്രം രൂപമായിരിക്കുന്നവൾ. വമിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ജഗത്തിനെ തന്നിൽ നിന്ന് സൃഷ്ടിക്കുന്നവൾ, വാമക. വാമകയായിരിക്കുന്ന ആ ഒരു ശക്തി ഈശ്വരി, വാമകേശ്വരി. ജഗത് ഉത്പത്തികാരിണി ഇല്ലേ? അപ്പൊ ആ ഒരു വാമകന്മാരാൽ പ്രജാപതികളായിരിക്കുന്ന ദക്ഷാദികൾക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. പഞ്ചയജ്ഞപ്രിയ പഞ്ചയജ്ഞങ്ങളിൽ പ്രിയമുള്ളവളാണ് ദേവി. ആ ഒരു അധ്യയനം, തർപ്പണം, ഹോമം, ബലി, അതിഥി പൂജ ഇല്ലേ? പഞ്ചയജ്ഞങ്ങൾ ഇതിനു മുമ്പേ നമ്മൾ കണ്ടതാണ്. പഞ്ചയജ്ഞങ്ങൾ എന്ന പദത്തില് മറ്റുള്ള വിധത്തിലും അർത്ഥങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട്. അഗ്നിഹോത്രം, ദശപൂർണമാസം, ചാതുർമാസ്യം, പശുബന്ധം, സോമയാഗം, ഇതാണ് ശ്രുതി. ഇനി ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, ഇതാണ് സ്മൃതി. പിന്നെ ആ ഒരു പഞ്ചരാത്രാഗമ പ്രകാരം ആ ഒരു അഭിഗമനം, ഉപാദാനം, ഇജ്യ, സ്വാധ്യായം, യോഗം, യജ്ഞം, ഇത് 5 വിധം. കുലാഗമ പ്രകാരം കേവലം, യാമളം, മിശ്രം, ചതുർയുഗ്, വീരസംകരം, ഇങ്ങനെ 5 വിധം. അപ്പൊ പൂജകള്, പഞ്ചയജ്ഞങ്ങള് എന്ന് പറയുന്നുണ്ട്. വേറെയും പല രീതിയിൽ പഞ്ചയജ്ഞങ്ങൾ വിവരിച്ച് കാണുന്നുണ്ട്. എല്ലാ യജ്ഞങ്ങൾക്കും അധിഷ്ഠാത്രിയായിരിക്കുന്നവൾ പഞ്ചപ്രേത മഞ്ചാതിശായിനി. ഇപ്പൊ പഞ്ചപ്രേത മഞ്ചത്തില് ശയിക്കുന്നവളാണ് അമ്മ. പഞ്ചബ്രഹ്മാസന സ്ഥിത എന്ന് നമ്മൾ 58ാമത്തെ നാമത്തിൽ കണ്ടു ഇല്ലേ? അപ്പൊ പഞ്ചബ്രഹ്മാസനത്തെ തന്നെയാണ് പഞ്ചപ്രേത മഞ്ചം എന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ പഞ്ചപ്രേത മഞ്ചത്തില് അതിശയനം ചെയ്യുന്നവൾ. അപ്പോ എന്താ പറയാ, വീണ്ടും റിപ്പീറ്റേഷൻ വരാതിരിക്കാനാണ് പ്രേതങ്ങളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പഞ്ചമായിരിക്കുന്ന, വിസ്തൃതമായിരിക്കുന്ന ആ പ്രേതമാകുന്ന, അതായത് ശക്തി തത്വ സമീപവർത്തിയായ സദാശിവനാകുന്ന മഞ്ചയില് അതിശയിക്കുന്നവൾ ഇല്ലേ? അപ്പോ എന്താണ്? ശിവാത്മകെ മഹാമഞ്ചെ മഹേശാനോപബർഹണേ മൃത കാശ്ച ചതുഷ്പാദ കശി പുശ്ച സദാശിവ.
തത്ര ശതേ മഹേശാനി മഹാത്രിപുര സുന്ദരി. ഇപ്പൊ ഭൈരവയാമളത്തിൽ പറയണാണ്, ബ്രഹ്മ, വിഷ്ണു, ഈശ്വരൻ, രുദ്രൻ, സദാശിവൻ എന്നിവര് ശക്തി എന്താ പറയാ, ആ ഒരു ശക്തി സമേതരായിട്ടിരിക്കുമ്പോ അവരെ പഞ്ചബ്രഹ്മന്മാരെന്നും ശക്തിരഹിതരായിരിക്കുമ്പോൾ അവരെ പഞ്ചപ്രേതങ്ങളെന്നും വിളിക്കുന്നു. അപ്പോ ശക്തിരഹിതമായിരിക്കുന്ന രൂപമാണ് ഇവിടെ പറയുന്നത്. അപ്പോ പരാശക്തി, അപ്പൊ സൗന്ദര്യ ലഹരിയിൽ പറയണു, പരാശക്തിയായിരിക്കുന്ന അല്ലയോ ദേവി, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നീ ഭൃത്യന്മാര് നിൻ തിരുവടിയുടെ മഞ്ചത്തെ, ആ ഒരു മഞ്ചത്വത്തെ പ്രാപിച്ച് സദാശിവൻ തന്റെ ആ അതിധവള കാന്തിയാല് സമ്പാദിതമായിരിക്കുന്ന ആ ഒരു എന്താ പറയാ, ഒരു ആ ഒരു വെളുത്ത നിറത്തോടുകൂടി ഇല്ലേ, നിൻ തിരുവടിയുടെ ആ ഒരു കാന്തി പ്രതിഫലനം കൊണ്ട് ചുവന്ന നിറത്തോടു കൂടിയവനായിട്ട് ദേഹവാനായിരിക്കുന്ന ശൃംഗാരരസമോ എന്ന് തോന്നുന്ന വണ്ണം നിൻ തിരുവടിയുടെ കണ്ണുകൾക്ക് കൗതുകത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ദേവിയുടെ ചുവന്ന നിറം ഭഗവാന്റെ വെളുത്ത നിറമായിട്ട് ചേരുമ്പോൾ അത് ഭഗവാനും ചുവപ്പാണോ എന്ന് നമുക്ക് തോന്നുന്നു. ആ ഒരു പഞ്ചപ്രേത മഞ്ചം വളരെ വിശേഷമാണ്. പഞ്ചബ്രഹ്മ മഞ്ചം എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ഹൃദയപത്മത്തില് അല്ലെ, ചിതാകാശത്തില് എല്ലാ ദേവീ ഉപാസകരും ലളിത ഉപാസകരെല്ലാം തന്നെ ദേവിയെ എങ്ങനെ കാണണം? സ്വഹൃദയത്തില്, ഹൃദയ കുഹര മധ്യേ, ആ മധ്യത്തില് ഈ പഞ്ചബ്രഹ്മ മഞ്ചം കാണണം. അപ്പൊ നമ്മുടെ ആധാര ചക്രങ്ങൾ തന്നെയാണ് പഞ്ചഭൂതങ്ങളാണ് പഞ്ചബ്രഹ്മങ്ങള് ഇല്ലേ. അപ്പൊ അതില് സദാശിവനാകുന്ന പലകയില് സദാ തന്റെ ജീവാത്മാവായിരിക്കുന്ന ജീവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന ത്രിപുര സുന്ദരി എപ്പോഴും ദേവിയെ രൂപത്തിൽ കാണുമ്പോ ലളിത ഉപാസകര് ഇങ്ങനെ തന്നെ കാണണമെന്ന് പറയാറുണ്ട്. അപ്പോ എന്താ, ദേവി അങ്ങനെ കണ്ടാലുള്ള ഗുണം, ദേവി അത് ആ ഒരു രൂപത്തില് ഇന്ന് അരൂപത്തിലേക്ക് പോകുമ്പോ ആ ഒരു ബിന്ദുമണ്ഡല വാസിനിയായിട്ട് ആ ഒരു ബൈന്ദവ സ്ഥാനത്ത് സഹസ്രാര പത്മത്തില് ശിവലിംഗ രൂപത്തില് ശിവലിംഗത്തിന്റെ ഉള്ളിലായിട്ട് ഉപാസകന് ആ ഒരു രൂപത്തെ കാണിച്ചോളൂ. രൂപമുള്ളതും രൂപമില്ലായ്മയും രണ്ടും ശരീരത്തിൽ തന്നെയാണ്. അപ്പൊ ആ മോക്ഷാവസ്ഥയിലേക്ക് രൂപത്തിൽ നിന്ന് അരൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ശക്തി തന്നെയാണ് ദേവി. അതുകൊണ്ടാണ് ശിവജ്ഞാനപ്രദായിനി. അപ്പൊ പഞ്ചഭൂതങ്ങൾക്ക് മേൽ കിടക്കുന്നവൾ. നമ്മുടെ ശരീരത്തില് ആധാര ചക്രങ്ങളെല്ലാം പഞ്ചഭൂത നിർമ്മിതമാണല്ലേ. ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു. ഈ 5 ഭൂതങ്ങള് 5 ബ്രഹ്മങ്ങളായിട്ടിരിക്കുന്നു ദേവിയുടെ ശക്തി കൊണ്ട്. അപ്പൊ പഞ്ചമി, പഞ്ചഭൂതേശി, പഞ്ചസാഖ്യോപചാരിണി, ശാശ്വതി, ശാശ്വത ഐശ്വര്യ, ശർമ്മദ, ശംഭു, മോഹിനി. ഇപ്പൊ പഞ്ചമി 5ാമത്തെ അവസ്ഥയിൽ നിലകൊള്ളുന്നവൾ. ആദ്യത്തെ 4 അവസ്ഥകൾ എന്തൊക്കെയാണ്? ജാഗ്രത, ഉണർവ്, സ്വപ്നം കാണുന്ന നിദ്ര, സുഷുപ്തി എന്ന് പറഞ്ഞ ഗാഠനിദ്ര, തുരീയം, ഇന്ദ്രിയാതീത ബോധം. ഇതിനെല്ലാം ഉപരിയായിട്ടാണ് 5ാമത്തെ അവസ്ഥ ഇല്ലേ. അപ്പൊ പഞ്ചഭൂതേശി, പഞ്ചഭൂതങ്ങൾക്ക് അധീശിയായിട്ടിരിക്കുന്നവൾ. പഞ്ചസംഖ്യോപചാരിണി, പഞ്ചസംഖ്യ ഉപചാരിണി, 5 എണ്ണമായിട്ട് ഉപചരിക്കപ്പെടുന്നവൾ. ഉപചാരം എന്ന് പറഞ്ഞാൽ പൂജയിലെ ചടങ്ങാണ്. 5 പൂജകള്, ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം ഇല്ലേ, ഇത് 5ഉം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ പഞ്ചോപചാര പൂജ എന്ന് പറയുന്നത്. ശാശ്വതി, അനശ്വരയായിരിക്കുന്നവൾ. ശാശ്വത ഐശ്വര്യ, ശാശ്വത് ഐശ്വര്യ, അപ്പൊ ശാശ്വതമായിരിക്കുന്ന ഐശ്വര്യമുള്ളവൾ. ശർമ്മദ, ശർമ്മദ എന്ന് പറഞ്ഞാൽ സുഖം നൽകുന്നവൾ. ശർമ്മം എന്ന് പറഞ്ഞാൽ സുഖവും സമാധാനവും. ശംഭു മോഹിനി, അപ്പൊ ശംഭു മോഹിനി, മംഗളകരമായി മോഹിപ്പിക്കുന്നവൾ. ശം എന്ന് പറഞ്ഞാൽ മംഗളം, ശാന്തി. ഭൂ എന്ന് പറഞ്ഞാൽ സ്വയം ഭവിച്ച, തനിയെ ഉണ്ടായ. മോഹിനി, മോഹിപ്പിക്കുന്നവൾ. അപ്പൊ ഭൗതികമായിട്ട് മോഹിപ്പിക്കുന്നത് മംഗളകരമല്ല അല്ലെ. അമ്മയുടെ സൗന്ദര്യവും അലൗകികവും യോഗികൾക്ക് മാത്രം ദർശിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യത്താൽ മോഹിക്കപ്പെടുന്നത് മംഗളകരമാകുന്നു എന്ന് പറയുന്നു. അപ്പൊ പഞ്ചമി, അതായത് ആ ഒരു പഞ്ചമനായിരിക്കുന്ന സദാശിവന്റെ പത്നി അല്ലെ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. ഇതില് 5ാമനായിരിക്കുന്ന സദാശിവൻ. അപ്പൊ സദാശിവ പത്നിയായിരിക്കുന്ന ദേവി. അപ്പോ ആ ഒരു വാരാഹി ദേവിയെ പഞ്ചമി എന്നുള്ള നാമം കുറിക്കാറുണ്ട്. അപ്പൊ ബ്രഹ്മാദികളിൽ നിന്ന് 5ാമത്തവളായിട്ട് വാരാഹിയെ കരുതുന്നത് കൊണ്ടാണ് ഈ നാമം. ഇപ്പൊ ദക്ഷിണാമൂർത്തി സംഹിതയില് ആ ഒരു എന്താ പഞ്ചമി പരമേശ്വരിയും എന്ന് പറയാറുണ്ട്. കാരണം ആ 5ാമത്തേത് അത് എന്താ വാരാഹി പൂജകളില് ദേവിക്ക്, വാരാഹി ദേവിക്ക് പഞ്ചമി എന്നാ പറയുന്നത്. ശുക്ലപക്ഷത്തെ 5ാമത്തെ തിഥിക്കാണ് പഞ്ചമി എന്ന് പറയുന്നത്.
ആ തിഥിയുടെ രൂപം പൂണ്ടവൾ. ഇപ്പൊ പഞ്ചമി എന്ന പദം മഹാഭാരതത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന പാഞ്ചാലിയെയും കുറിക്കുന്നുണ്ട്. അപ്പൊ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് പാഞ്ചാലിയായിട്ട് അവതരിച്ചത് ദേവി തന്നെയാണെന്ന് പറയണു. അപ്പൊ പഞ്ചമ ശബ്ദം മകാരത്തെ കുറിക്കുന്നതാണ്. ആനന്ദരൂപമാണ് മകാരം എന്നത്. അപ്പൊ മന്ത്രവർണ്ണ വ്യാഖ്യാനം പഞ്ചമകാരങ്ങളുടെ സമാഹാര രൂപിണിയായിട്ടെന്നും പറയാം. ആനന്ദരൂപമായിരിക്കുന്ന ആ ഒരു മകാരത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും ഈ പക്ഷത്തിൽ അർത്ഥം എടുക്കാം. പഞ്ചഭൂതേശി, പഞ്ചഭൂതങ്ങൾക്കും ഈശ്വരിയായിട്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ സംഘാതത്തിനെയാണ് നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, അല്ലെ? പഞ്ചീകൃതമായിരിക്കുന്നത്, അവയ്ക്ക് അധീശ്വരിയായിട്ടിരിക്കുന്നവൾ, ഭൂതഘടന കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുകയും വിഘടനം കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യുന്നവൾ. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരകാരിണി. പഞ്ചസാഖ്യോപചാരിണി, 5 ഉപചാരങ്ങൾ കൊണ്ട് പൂജിക്കപ്പെടുന്നവളാണ് ദേവി. ദേവിക്ക് നിത്യം പഞ്ചോപചാരം ചെയ്യണം. ഗന്ധപുഷ്പ ധൂപദീപ നൈവേദ്യം. ശാശ്വതി, ഇപ്പൊ നിത്യമായിട്ടിരിക്കുന്നവൾ, ഒരിക്കലും നാശമില്ലാത്തവൾ, അല്ലെ? ശാശ്വത്, വീണ്ടും വീണ്ടും ആവർത്തിച്ച അർത്ഥം വീണ്ടും വീണ്ടും ആരാധിക്കപ്പെടേണ്ടവൾ എന്ന് നമുക്കെടുക്കാം. അപ്പൊ ശാശ്വത ഐശ്വര്യ, നിത്യമായ ഐശ്വര്യത്തോടു കൂടിയവൾ. പഞ്ചപ്രേത മഞ്ചത്തില് സദാശിവനാകുന്ന ഫലകത്തില് ശാശ്വതമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ, അല്ലെ? 5 ഈശ്വരന്മാര് നിത്യവും ആരാധനയ്ക്കായി വർത്തിക്കുന്നവൾ. ശർമ്മത, ശർമ്മത്തെ, സുഖത്തെ ദാനം ചെയ്യുന്നവൾ. അപ്പോ ശർമ്മത്തിന് സംരക്ഷണം, അഭയസ്ഥാനം, വീട് എന്നുള്ള അർത്ഥങ്ങളുണ്ട്. സംരക്ഷണം നൽകുന്നവളാണ്, അഭയസ്ഥാനമായിട്ട് ഇരിക്കുന്നവളാണ്, വീട് നൽകുന്നവളാണ് എന്നൊക്കെ നമുക്ക് എടുക്കാം. ശംഭു മോഹിനിയാണ്, ശംഭുവിനെ, ശിവനെ മോഹിപ്പിക്കുന്നവളാണ്. ശംഭു എന്ന പദത്തിന് ബ്രഹ്മാവെന്നും വിഷ്ണു എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ ബ്രഹ്മാവിനെ മോഹിപ്പിക്കുന്നവളെന്ന് വിഷ്ണുവിനെ മോഹിപ്പിക്കുന്നവളെന്നും അർത്ഥം പറയാം. വിഷ്ണു പക്ഷത്തില് വിഷ്ണുവിന്റെ മോഹിനി രൂപത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ വിഷ്ണു മോഹിനി രൂപം ധരിച്ച് ശിവനെ മോഹിപ്പിച്ചു എന്ന് പുരാണ പ്രസിദ്ധമാണ്, അല്ലെ? ആ കഥാസൂചനയും നമുക്ക് ഈ നാമത്തിലുണ്ടെന്ന് പറയാം. അപ്പൊ ശംഭു ശബ്ദത്തിന് മുനി എന്നർത്ഥമുണ്ട്. മുനിമാരെ പോലും മോഹിപ്പിക്കുന്ന മായാസ്വരൂപിണി, അങ്ങനെ എടുക്കാം, അല്ലെ? അപ്പൊ ശംഭുമോഹിനിയായിരിക്കുന്ന ദേവി എന്താണ്? ധര, ധരസുത, ധന്യ, ധർമ്മിണി, ധർമ്മവർദ്ധിനി, ലോകാതീത, ഗുണാതീത, സർവാതീത, ശമാത്മിക. ധര, എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നവൾ. ധരസുത, ഹിമവാന്റെ മകളായിട്ടിരിക്കുന്നവൾ. ധരൻ എന്ന് പറഞ്ഞ പർവ്വതം, പർവ്വതരാജനായിരിക്കുന്ന ഹിമവാന്റെ മകളായിരിക്കുന്ന മഹായോഗിനിയും അവതാരമൂർത്തിയുമായിരിക്കുന്ന ശ്രീ പാർവതി ദേവി. ധന്യ, സമൃദ്ധിക്ക് ആധാരമായിരിക്കുന്നവൾ. ഇഷ്ടദേവനെയോ ഗുരുവിനെയോ സ്മരിച്ചുകൊണ്ട് ശരീരം വിടുന്ന ആത്മാവിന്റെ ഗതിക്ക് ധന്യ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനാധാരമായിട്ടിരിക്കുന്നവളെന്നും അർത്ഥമുണ്ട്. അപ്പൊ ധർമ്മിണി, ധർമ്മത്തിന് ആധാരമായിട്ടിരിക്കുന്നവളാണ് ദേവി. സർവ്വവ്യാപിയായിരിക്കുന്ന പ്രകൃതി നിയമമാണ് ഋതം, അതിനെ പോഷിപ്പിക്കുന്ന ധർമ്മം, അല്ലേ? ആ കർമ്മത്തെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മവർദ്ധിനി, ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നവൾ. ലോകാതീത, എല്ലാ ലോകങ്ങൾക്കും അതീതമായി നിൽക്കുന്നവൾ. ഗുണാതീത, ഗുണങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കുന്നവൾ. ഗുണം എന്ന് പറഞ്ഞാൽ സത്വരജസ് തമസ്, അല്ലെ? സർവാതീത, സർവ്വതിനും അതീതമായിട്ട് നിലനിൽക്കുന്നവൾ. ശമാത്മിക, ശമം ആത്മിക, ശമത്തിൽ നിറഞ്ഞവൾ. ശമം എന്ന് പറഞ്ഞാൽ ശാന്തി, ആനന്ദം ചേർന്ന അവസ്ഥയാണ്. അപ്പോ ആ ഒരു ഭൂമി ദേവിയുടെ രൂപത്തിൽ എല്ലാത്തിനെയും ധരിക്കുന്നവളാണ് ധര, അല്ലെ? ലകാരം സ്വരൂപമായിരിക്കുന്നവൾ എന്ന് മന്ത്രവ്യാഖ്യാനമുണ്ട്. അപ്പൊ ലകാര ഭൃത്യദേവി, ഇപ്പൊ ലകാരം എന്ന് പറയുന്ന ഭൃത്യദേവി ആ രൂപത്തില്, അതായത് പഞ്ചാശക്തിയുടെ സമ്പന്ന സർവതീർത്ഥമയി പര. ഇപ്പൊ ധര എന്ന് പറഞ്ഞാൽ ഭൂമി ദേവി എന്നും അർത്ഥം എടുക്കണം. ധരസുത, ഹിമവാന്റെ പുത്രി, ഹൈമവതി, അല്ലെ? ഇപ്പൊ ധരയുടെ, ഭൂമിയുടെ പുത്രിയായിട്ട് സീതാദേവിയായിട്ട് അവതരിച്ചുവെന്നും രാവണൻ, കുംഭകർണൻ, മേഘനാഥൻ തുടങ്ങിയ അവരുടെ നാശത്തിന് കാരണമായിരിക്കുന്നവൾ. ധന്യ, ധന്യ, ധനമുള്ളവൾ, എല്ലാ സമ്പത്തിനും അധിഷ്ഠാത്രിയായിരുന്ന ഉപാസകർക്ക് ധനം പ്രദാനം ചെയ്യുന്നവൾ. ഇങ്ങനെ അർത്ഥം വളരെ എന്താ പറയാ, നല്ല ഒരു അർത്ഥമാണ്, അല്ലെ? ഭാഗ്യമുള്ളവൾ, മഹത്വമുള്ളവൾ, ഇപ്പൊ കൃതാർത്ഥയായവൾ എന്നൊക്കെ എടുക്കാം. ഇപ്പൊ മംഗള, പിങ്കള, ധന്യ എന്നിങ്ങനെ 3 യോഗിനിമാരുടെ പേര് ധന്യയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മരണകാലത്ത് മനുഷ്യർക്കുണ്ടാകുന്ന 4 വിധം ചിന്തകളാണ് ആർത്ത, രൗദ്ര, ധന്യ, ശുക്ല. അപ്പൊ ഇത് ഭവിഷ്യത് പുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രകാരം ആർത്ത എന്നത് ചിന്താഭോഗങ്ങളില് ആഗ്രഹവും
ലോകം വിട്ടുപോകാനുമുള്ള വൈമുഖ്യമാണ്. ഈ ചിന്ത, ആ ഒരു ചിന്തയോടെ മരിക്കുന്നവര് ഹീനയോനികളില് വീണ്ടും ജനിക്കും. രൗദ്രം എന്ന ചിന്ത താൻ ഇതുവരെ ജീവിച്ച ശരീരം നശിക്കും, അതിനെ ചുടുകയും മുറിക്കുകയും മറ്റും ചെയ്യുമെന്ന് ചിന്തിച്ച് ദുഃഖിക്കാത്ത അവസ്ഥയുള്ളവരാണ്. അപ്പൊ ശരീരത്തോടുള്ള സ്നേഹം വെടിഞ്ഞ ഈ ചിന്തകരെ ഈ ചിന്തയോടെ മരിക്കുന്നവർക്ക് ഉയർന്ന പുനർജന്മം കിട്ടും. ധന്യ എന്ന ചിന്ത എന്ന് പറഞ്ഞാലോ ആ ഒരു ദയ, അടക്കം, തെളിവ് എന്നിവയോടുകൂടി ഉള്ളതാണ്. ഈ ചിന്തയോടെ മരിക്കുന്നവർ ദേവന്മാരായിട്ട് ജനിക്കും. ശുക്ല എന്ന് പറഞ്ഞാല്, ശുക്ല എന്ന ചിന്ത തത്വനിഷ്ഠമായ ചിന്തയാണത്. ഈ ചിന്തയോടെ മരിക്കുന്നവർക്ക് പുനർജന്മം ഇല്ല. അപ്പൊ ഇതിൽ ധന്യ എന്ന് പറയുന്ന ചിന്തയാണ് ഏറ്റവും ഉയർന്നത്, ഇല്ലേ? ആ ചിന്തയുടെ രൂപത്തിലിരിക്കുന്നവൾ തന്റെ ഭക്തരെ ആ ഒരു ദേവജനനത്തിന് പ്രേരിപ്പിക്കുന്നവൾ എന്നർത്ഥം. ഇപ്പൊ കൈവല്യ പ്രാപ്തിക്ക് യോഗ്യത നേടാത്ത ഭക്തന്മാർക്ക് ആ ഒരു ദേവത്വം നൽകി അനുഗ്രഹിക്കുന്നവൾ. ധർമ്മിണി, ധർമ്മശീലമുള്ളവൾ, ആനന്ദാനുഭവം, ആ ഒരു നിത്യത്വം, സർവശ്രേഷ്ഠത, സർവവ്യാപിയായിരിക്കുന്ന സ്ഥിതി തുടങ്ങിയ വിശേഷ ധർമ്മങ്ങളുള്ളവള്. ഇപ്പൊ പ്രപഞ്ചസ്ഥിതിക്ക് ആധാരമായിരിക്കുന്ന ധർമ്മങ്ങളെ ചിട്ടപ്പെടുത്തിയവളെങ്കിലും ആ ധർമ്മങ്ങൾക്ക് സ്വയം വഴങ്ങുന്നവൾ. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും പല രൂപങ്ങളിൽ അവതരിക്കുന്നവൾ. ധർമ്മവർദ്ധിനി, ധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതില് ജിതേന്ദ്രിയത്വം, ശൗചം, മംഗല്യം, ഭക്തി തുടങ്ങിയവയാണ്. അപ്പൊ ധർമ്മങ്ങളാണ് വാമന പുരാണം പറയണു, കാലം തോറും സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ ചിട്ടപ്പെടുത്തുന്ന സദാചാര നിയമങ്ങളും കാലം കൊണ്ടും ദേശം കൊണ്ടും മാറ്റം വരാതെ നിലനിൽക്കുന്ന സനാതനങ്ങളായിരിക്കുന്ന ജീവചര്യകളും ധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും രണ്ടാമത് പറഞ്ഞവയാണ് നമ്മൾ ഈ കുറിക്കുന്ന ധർമ്മം. അപ്പൊ ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നവൾ. ലോകാതീത, ലോകങ്ങൾക്ക് അതീതയായിട്ടിരിക്കണം. ഭൂലോകം, ഇന്ദ്രലോകം, ബ്രഹ്മലോകം, വിഷ്ണുലോകം, ഇതിനെല്ലാം തന്നെ അതീതമായിരിക്കുന്ന ശിവലോകത്തില് മഹാകൈലാസത്തിലുള്ള ശിവപുരത്തില് സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ ലോകർക്ക് അതീതയായവൾ എന്ന വ്യാഖ്യാനം. ലൗകികമായിരിക്കുന്ന ആളുകൾക്ക് പ്രാപിക്കാൻ കഴിയാത്തവൾ. ഗുണാതീത, ഗുണാതീത എന്ന് പറഞ്ഞാല് ഗുണങ്ങൾക്ക് അതീതയായിട്ടിരിക്കുന്നവൾ, ഗുണങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്നവൾ. ഗുണശബ്ദം കൊണ്ട് വസ്തുക്കളെ ആശ്രയിക്കുന്ന ആ ഒരു രൂപരസ ഗന്ധാദികളും വ്യക്തികളെ ആശ്രയിക്കുന്ന ഔദാര്യം, ശൗര്യം, ധർമ്മനിഷ്ഠ തുടങ്ങിയവയും ആ ഒരു എന്താ പറയാ സുചിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് സത്വരജസ് തമോ ഗുണങ്ങളെ കുറിക്കുന്നു എന്നും പക്ഷമുണ്ട്. അപ്പൊ ആ ഒരു കാവ്യോത്കർഷണ ഹേതുവായിരിക്കുന്ന പ്രസാദം, മാധുര്യം, ഓജസ് തുടങ്ങിയ ഗുണങ്ങളിൽ പെടുന്നുണ്ട്. ഇപ്പൊ വസ്തുക്കൾക്കും വ്യക്തികൾക്കും ആശയങ്ങൾക്കും ഇങ്ങനെ ഗുണങ്ങൾ കൽപ്പിക്കാൻ കഴിയും. ഇപ്പൊ ഗുണം കൊണ്ട് ഒന്നിനെയും തിരിച്ചറിയാനും കഴിയും. പക്ഷെ സർവ്വഗുണങ്ങൾക്കും ഉൽപ്പത്തി ഹേതുവായിരിക്കുന്ന ദേവിയുടെ ഗുണങ്ങള് ഇന്നതെന്ന് ആർക്കും വ്യവച്ഛേദിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന മനുഷ്യര് ഇന്ദ്രിയങ്ങൾ വഴി ഉണ്ടാകുന്ന ജ്ഞാനം കൊണ്ടാണ് ഗുണങ്ങളുടെ രൂപനിർണയം നടത്തുന്നത്. മനുഷ്യബുദ്ധി ആ ഒരു നിർമ്മിക്കുന്ന മാനങ്ങൾ കൊണ്ട് ദേവിയെ അളക്കാൻ കഴിവുള്ളതല്ല. അല്ലെ? ഗുണങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് അതീതയായിട്ടിരിക്കുന്നവൾ ഗുണാതീത. സർവാതീത, ഇപ്പൊ സർവത്തിനും അതീത ആയവളെന്ന് പിന്നെയും പറയുകയാണ്. കാരണം ലോകത്തിനും ഗുണങ്ങൾക്കും അതീത എന്ന് പറഞ്ഞതിനെ വീണ്ടും സ്ഥാപിക്കാനായിട്ടാണ് പറയുന്നത്. എല്ലാറ്റിനും അതീതയായിട്ടിരിക്കുന്നവൾ. ലോകമെന്നോ ഗുണമെന്നോ ഓരോന്നായിട്ട് എണ്ണിപ്പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് സർവാതീത. അത് ചുരുക്കി പറയുകയാണ്, ഇല്ലേ? വാക്കിനോ മനസ്സിനോ ചിന്തയ്ക്കോ എത്തിച്ചേരാൻ പറ്റാത്ത മഹാത്മ്യമുള്ളവൾ. ശബ്ദ അതീത, ഇല്ലേ? അപ്പൊ എല്ലാത്തിനെയും അതിക്രമിച്ച് ആത്മരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നവളെന്ന് ഈ പക്ഷത്തിൽ നമുക്ക് എടുക്കാം. എല്ലാത്തിനും അതീതയായിട്ട് ദേവിയെ വിവരിച്ചു കഴിഞ്ഞ് ശബ്ദത്തിന്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല, അല്ലെ? ശബ്ദം സർവം എന്ന പ്രയോഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ ശബ്ദാതീതം പരബ്രഹ്മ ഗണനാരഹിതം സദാ ആത്മസ്വരൂപം ജാനീഹി. അപ്പൊ ഈ എന്താ പറയുക, ആത്മസ്വരൂപിണിയായിട്ടിരിക്കുന്നവൾ. ശമാത്മിക എന്ന് പറഞ്ഞാൽ ശാന്തത സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ഇന്ദ്രജന്യങ്ങളായിട്ടുള്ള വികാരങ്ങളില്ലാത്ത സ്ഥിതി ശമം. ഇപ്പൊ വ്യക്തികളില് പ്രപഞ്ചത്തിലേക്ക് അർത്ഥം വ്യാപിപ്പിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അവികാരിയായിരിക്കുന്ന സ്ഥിതി എന്നർത്ഥം. ശമം രൂപമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ചലനാത്മകമായിരിക്കുന്ന വിശ്വം ദേവിയിൽ ലയിക്കുമ്പോൾ അവികാരിയായിട്ട് തീരും, അല്ലേ? ഇപ്പൊ പ്രപഞ്ചത്തിന് ഉപശമനം ആത്മാവായിട്ടുള്ളവൾ, പ്രപഞ്ചത്തെ തന്നിൽ ലയിപ്പിക്കുന്നവൾ. ശമാത്മിക. ബന്ധൂക കുസുമപ്രിയ,
അടുത്ത നാമങ്ങള് ബന്ധൂക കുസുമപ്രിയ, പ്രഖ്യ, ബാല, ലീലാ വിനോദിനി, സുമംഗലി, സുഖകരി, സുബേഷാഠ്യ, സുവാസിനി. ബന്ധൂക കുസുമപ്രിയ. ബന്ധൂക കുസുമം ചെമ്പരത്തിപ്പൂവിന്റെ ശോഭയുള്ളവളായിട്ട് യോഗികൾക്ക് പ്രത്യക്ഷം നൽകുന്നവൾ. ബാല എന്നും ബാലികയായിട്ടിരിക്കുന്നവൾ, പ്രായം ചെല്ലാത്തവൾ. ലീലാ വിനോദിനി ലീലകളില് വിനോദിക്കുന്നതായിട്ട് യോഗികൾക്ക് അനുഭവപ്പെടുന്നവൾ. സുമംഗലി നിത്യമംഗളം അല്ലെ, എന്നേക്കും മംഗളമായവൾ. സുഖകരി സുഖത്തെ ചെയ്യുന്നവൾ, ജീവികൾക്ക് സുഖം നൽകുന്നവൾ. സുവേഷാഠ്യ സുവേഷ ആഠ്യ നല്ല വേഷത്തില് ശോഭിക്കുന്നവൾ. സൂക്ഷ്മമായിരിക്കുന്ന ശക്തികൾ പ്രസരിക്കുന്നത്. വേഷം എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങള്. ആഠ്യ എന്ന് പറഞ്ഞാൽ ഉയർന്ന നിലവാരം, ഉയർന്ന നിലയിലുള്ള ദർശനം കിട്ടുന്നവരിലേക്കും പരിസരത്തേക്കും സൂക്ഷ്മമായിരിക്കുന്ന സ്വാധീനം വരത്തക്ക പ്രത്യേക ഡിസൈനിൽ അളവുകളിലുള്ള അലങ്കാരങ്ങളാൽ ആഠ്യയായിട്ടിരിക്കുന്നവൾ. സുവാസിനി അർദ്ധനാരീശ്വര സ്വരൂപിണിയാണ്. അങ്ങനെ സദാ വാഴുന്നവളാണ് ദേവി. ഭർത്തൃമതിയാണ് സുവാസിനി. അമ്മ പതി. പതി പത്നി ഐക്യം പൂണ്ടതുകൊണ്ട് എന്നേക്കും സുവാസിനിയായിട്ടിരിക്കുന്നു. അപ്പോ ബന്ധൂകത്തില്, അതായത് ഉച്ചമലരി എന്ന് പറയുന്ന ചെമ്പരത്തിപ്പൂവ് അല്ലെ, ആ ബന്ധൂക കുസുമം വളരെയധികം ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. വംഗദേശത്തുള്ള ഒരു വൃക്ഷമാണെന്ന് പറയുന്നുണ്ടത്. ചുവന്ന പൂക്കളുള്ള വൃക്ഷം. അത് ചെടിയോ എന്തോ ആണ്. ബന്ധൂക പുഷ്പത്തിന്റെ കാന്തിയുള്ളവൾ. ആരക്തവർണ്ണ. ബാല എന്ന് പറഞ്ഞാൽ ബാലാദേവിയുടെ രൂപം ധരിച്ചവള് തന്നെയാണ്. ഭണ്ഡാസുര വധോദ്യുക്ത ബാലാവിക്രമ നന്ദിത എന്ന് നമ്മള് 74ാമത്തെ നാമത്തിൽ കണ്ടു. ഇപ്പൊ കന്യാകുമാരിയിലെ അധിഷ്ഠാത്രിയായിരിക്കുന്ന ബാലാദേവി അല്ലേ. അപ്പോ ലീലാ വിനോദിനി ലീലകൾ കൊണ്ട് വിനോദിക്കുന്നവളാണ് ദേവി. പ്രപഞ്ച സൃഷ്ടി, രക്ഷ, സംഹാരം എല്ലാം അമ്മയുടെ ലീലകളാണ്. അമ്മയുടെ കളികൾ എന്തൊക്കെയാ? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതെല്ലാം വിനോദമായിട്ട് ആ ലീലയില് രമിക്കുന്നവൾ. സുമംഗലി ശോഭനമായിരിക്കുന്ന മംഗല്യ താലിയോട് കൂടിയവൾ, നിത്യസുമംഗലിയായവൾ. സ്വപതിയായിരിക്കുന്ന ശങ്കരനോടൊത്ത് എന്നും കഴിയുന്നവൾ. സുമംഗലി എന്നുള്ള പദം പതിവ്രത എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ആ ഒരു സ്ത്രീയുടെ മംഗല്യ ശക്തി ഭർത്താവിന് നന്മ വരുത്തുന്നു എന്നും പറയാറുണ്ട്. അപ്പൊ ദേവിയുടെ പാതിവൃത്യ മഹിമ കൊണ്ടാണ് വിഷം കുടിച്ചപ്പോഴും ശിവന് ആപത്ത് ഉണ്ടാകാത്തതെന്ന് പുരാണങ്ങള്. അപ്പൊ പതിവ്രതമാരായിരിക്കുന്ന സുമംഗലിമാര് ദേവിയുടെ അവതാരങ്ങളായിട്ട് കരുതപ്പെടുന്നുണ്ട്. അപ്പൊ സുമംഗലി രൂപം ധരിച്ചവൾ. ഇപ്പൊ ബ്രഹ്മവിദ്യാ സ്വരൂപിണി എന്ന് നമുക്ക് വ്യാഖ്യാനമുണ്ട്. മംഗള ശബ്ദത്തിന് ബ്രഹ്മമെന്നും അർത്ഥമുണ്ട് ഇല്ലേ. അപ്പോ സുഖകരി സുഖത്തെ ചെയ്യുന്നവൾ. സുഖ ശബ്ദം കൊണ്ട് പ്രാപഞ്ചികവും ആ ഒരു പാരത്രികവുമായിരിക്കുന്ന സുഖങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ട്. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ, അതാണ് സുഖം. സുവേഷാഠ്യ നല്ല വേഷം കൊണ്ട് ആവൃതയായിരിക്കും. നല്ല വർണ്ണം അലങ്കരിക്കപ്പെട്ടവൾ. ശോഭനമായിരിക്കുന്ന വസ്ത്രങ്ങള്, ആഭരണങ്ങള്, അംഗരാഗം എല്ലാം അണിഞ്ഞിട്ടുള്ളവൾ. സുവാസിനി ഭർത്തൃമതി അല്ലെ. സു എന്ന് പറഞ്ഞ വിശേഷണം കൊണ്ട് എല്ലാ കാലത്തും ജീവിക്കുന്ന ഭർത്താവ് ഉള്ളവൾ എന്ന് സൂചിപ്പിക്കുന്നു. അനാദിയും അന്തമില്ലാത്തവനുമായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ ഭർത്താവായിരിക്കുന്നവൾ. സുവാസിനി ഭർത്തൃമതി എന്ന അർത്ഥത്തില് സുവാസിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ സുമംഗലി അല്ലെ. അപ്പൊ സുവേഷാഠ്യായിരിക്കുന്ന സുമംഗലിയെ സുവാസിനി എന്നും വിളിക്കും. ഭർത്താവ് മരിച്ചാല് വൈധവ്യം ആചരിക്കുന്ന സ്ത്രീ നല്ല വേഷം അണിയാറില്ല. പരമശിവന് നാശമില്ലാത്തത് കൊണ്ട് ശിവഭഗ്നിയായിരിക്കുന്ന ദേവിക്ക് നല്ല വേഷം ഒരിക്കലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ദേവിക്ക് സുവാസിനി. സുവാസിനി അർച്ചന പ്രീത. ആശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക. അപ്പൊ സുവാസിനി അർച്ചന പ്രീത. സുവാസിനി അർച്ചന പ്രീത. സുവാസിനികൾ ആരാധിച്ചാല് പ്രീതിപ്പെടുന്നവളാണ് ദേവി. അപ്പൊ സുവാസിനി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥ. അർച്ചന എന്ന് പറഞ്ഞാൽ ക്ഷേമത്തിൽ കാണിക്കുന്ന ശ്രദ്ധ. അപ്പൊ സ്ത്രീകളുടെ ക്ഷേമത്തിൽ ശ്രദ്ധിച്ചാല് അമ്മ പ്രീതിപ്പെടുന്നതാണ് എന്നർത്ഥം. ദേവി സങ്കല്പത്തിലെ സുമംഗലികളെ പൂജിക്കുന്നത് സുവാസിനി അർച്ചനയാണ്. ആ ശോഭന ഒരഗ്രം മുതൽ മറ്റേ അഗ്രം വരെ ശോഭനമായത് അല്ലെ. സർവവിധനെയും ശോഭന എന്നർത്ഥം. ശുദ്ധമാനസ മാലിന്യങ്ങൾക്ക് സ്പർശിക്കാനാകാത്ത വിശുദ്ധമായിരിക്കുന്ന മനസ്സുള്ളവൾ. മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനന മരണങ്ങൾക്ക് കാരണമാകുന്ന കാമക്രോധാദികള് അല്ലെ. ബിന്ദു തർപ്പണ സന്തുഷ്ട
ബിന്ദു തർപ്പണ സന്തുഷ്ട, ശ്രീചക്ര മധ്യത്തിലെ ബിന്ദുവിലെ തർപ്പണം ചെയ്താൽ സന്തോഷിക്കുന്നവൾ. തർപ്പണം എന്ന് പറഞ്ഞാല് ജലം തളിക്കുക മാത്രമല്ല പൂജാതി ക്രിയകള്. പൂർവജ, പൂർവജ എല്ലാത്തിനും മുമ്പേ ഉള്ളവൾ. പൂർവം മുന്നേ, ജ എന്ന് പറഞ്ഞാല് ഉള്ള, നിലനിൽക്കുന്ന, സൃഷ്ടിക്ക് മുമ്പേ ഉള്ളവൾ. ത്രിപുരാംബിക, ത്രിപുര അംബിക, ശ്രീചക്രത്തിലെ 8ാമത്തെ ചക്രം ഇല്ലേ, സർവസിദ്ധിപ്രദ ചക്രം. ആ ചക്രത്തിന്റെ ശക്തിയായിട്ട് ത്രിപുരാംബിക, ആ ത്രിപുരാംബികയായിട്ടിരിക്കുന്നവൾ. അപ്പൊ സുവാസിനികൾ നടത്തുന്ന അർച്ചന ഇഷ്ടപ്പെടുന്നവളാണ് ദേവി അല്ലെ. സുവാസിനികളെ അർച്ചിക്കുന്നതിൽ പ്രീതിയുള്ളവളെന്ന അർത്ഥം നമുക്ക് കാണാം. ദേവി പൂജ സമ്പ്രദായങ്ങളിൽ സുമംഗലി പൂജ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു ഘടകമാണ് അല്ലെ. സുവാസിനി പൂജ എന്നും പറയും. അപ്പൊ സുമംഗലിയായിരിക്കുന്ന സ്ത്രീയെ ദേവിയായിട്ട് സങ്കല്പിച്ച് പൂജിക്കുന്നതാണ് ഈ സ്വഭാവം. അങ്ങനെയുള്ള പൂജ കൊണ്ട് പ്രീതിയാകുന്നവൾ. ആ ശോഭന, ശുദ്ധ പ്രകാശ സ്വരൂപിണി. ശോഭന ശബ്ദത്തിന് മംഗളകരമായതെന്നും അർത്ഥമുണ്ട്. മംഗളം രൂപമായവൾ, സർവമംഗല്യ ആയവൾ. ശുദ്ധമാനസ, ശുദ്ധമായ മനസ്സുള്ളവളാണ് ദേവി. ദേവി പ്രസാദം കൊണ്ട് ഉപാസകന്റെ മനസ്സ് ശുദ്ധമായിട്ട് തീരുന്നത് കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുന്നവൾ. ബിന്ദു തർപ്പണ സന്തുഷ്ട, ബിന്ദുവിൽ ചെയ്യുന്ന തർപ്പണം കൊണ്ട് സന്തുഷ്ടയാകുന്നവളാണ്. ഈ നാമം ശ്രീചക്ര പൂജാവിധികളിൽ പെടുന്ന ഒരു ചടങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ശ്രീചക്രത്തിന്റെ കേന്ദ്രത്തിലുള്ള സർവാനന്ദമയ ചക്രം ഇല്ലേ, അത് വിധിപ്രകാരം തർപ്പിച്ചിട്ടുള്ള ആരാധന കൊണ്ട് സന്തോഷിക്കുന്നവൾ. ഇപ്പൊ ബ്രാഹ്മണര് പാല് കൊണ്ട്, ക്ഷത്രിയര് നെയ്യ് കൊണ്ടും, വൈശ്യര് തേൻ കൊണ്ടും, മറ്റുള്ളവര് മധു കൊണ്ടും ബിന്ദു തർപ്പണങ്ങൾ നടത്തണമെന്ന് വിധിപ്രകാരം ശ്രീചക്ര പൂജ രഹസ്യം പറയുന്നു. ഈ വ്യാഖ്യാനത്തില് ഇതില് നമുക്ക് ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാമെന്ന് പറയുന്നു. പൂർവജ, എല്ലാത്തിനും മുമ്പ് ജനിച്ചവളാണ് ദേവി. ദേവി അജയാണ്, ജനനമില്ലാത്തവളാണ്. മറ്റെല്ലാം ജനിച്ചവരിൽ ഏറ്റവും ആദ്യം ജനിച്ച ആകാശവും ദേവിയിൽ നിന്നാണ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതിനു മുമ്പുള്ളവൾ. അഹമസ്മി പ്രഥമജ ഋതസ്യ എന്ന് തൈത്തരീയ ഉപനിഷത്ത്. ത്രിപുരാംബിക, അപ്പൊ ത്രിപുരാംബിക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ ത്രിപുര ശബ്ദം കൊണ്ട് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെ കാണണം. അവയ്ക്ക് ജനേത്രി ആയതുകൊണ്ട് ത്രിപുരാംബിക. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നിവ ത്രിപുരങ്ങളാണ്. അപ്പൊ ഇതിന് ജനേത്രി ആയതും അധിഷ്ഠാത്രി ആയിരിക്കുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ത്രിപുരാംബിക. അപ്പൊ പുരത്രയ ക്രീഡേതി യച്ഛ ജീവഹ എന്ന ശ്രുതി. വാമം, ദക്ഷിണം, മിശ്രം എന്ന് പറയുന്ന 3 ഉപാസനാ സമ്പ്രദായങ്ങൾ ത്രിപുരങ്ങളാണ്. അവയ്ക്ക് അംബികയായിട്ടിരിക്കുന്നവൾ ത്രിപുരാംബിക. ശ്രീചക്രത്തിന്റെ 8ാമത്തെ ആവരണമായിരിക്കുന്ന സർവസിദ്ധിപ്രദ ചക്രത്തിന്റെ അധിഷ്ഠാന ദേവത ചക്രേശ്വരി ത്രിപുരാംബികയാണ്. അപ്പൊ സർവസിദ്ധിപ്രദം ത്രികോണാകൃതിയിലുള്ള ആവരണ ചക്രമാണ്. കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി തുടങ്ങിയ 3 ദേവീമൂർത്തികളുടെ അധിവാസമുള്ള ഈ ചക്രത്തെ ത്രിപുരം എന്ന് പറയുന്നു. ഇതിന് അധീശ്വരിയാണ് ത്രിപുരാംബിക. ഇനി ദേവി എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി. അപ്പൊ ദശമുദ്ര സമാരാധ്യ, ദശമുദ്ര കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ. 10 മുദ്രകൾ അല്ലേ. ശ്രീചക്ര പൂജയിൽ 9 മുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട്. സർവ സംക്ഷോഭിണി, എല്ലാത്തിനെയും ക്ഷോഭിപ്പിക്കുന്നത്. സർവ വിദ്രാവിണി, എല്ലാറ്റിനെയും അകറ്റുകയോ അലിയിക്കുകയോ ചെയ്യുന്നത്. സർവ ആകർഷിണി, എല്ലാറ്റിനെയും ആകർഷിക്കുന്നത്. സർവ വശങ്കരി, എല്ലാത്തിനെയും സ്വാധീനത്തിലാക്കുന്നത്. സർവോന്മാദിനി, വിഭ്രമിപ്പിക്കുന്നത്. സർവ മഹാങ്കുശ, പ്രചോദിപ്പിച്ച് ഉണർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. സർവഖേജരി, ആകാശഗമനത്തിലെ നിയന്ത്രണം നൽകുന്നവൾ. സർവബീജ, എല്ലാറ്റിന്റെയും ബീജമായിട്ടിരിക്കുന്നത്. സർവയോനി, എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം. സർവത്രികണ്ഠ. ഇപ്പൊ ശ്രീചക്രത്തിലെ മൊത്തം മുദ്രയാണ്. ഈ 10 മുദ്രകളാലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ഇപ്പൊ ത്രിപുര ശ്രീ വശങ്കരി. ഇപ്പൊ ത്രിപുരാശ്രീ പ്ലസ് വശം പ്ലസ് കരി, ത്രിപുരാശ്രീ എന്ന ശക്തിയെ നിയന്ത്രണത്തിൽ നിർത്തുന്നവൾ. ശ്രീചക്രത്തിലെ 5ാമത്തെ ചക്രത്തിന്റെ ശക്തിയാണ് ത്രിപുരാശ്രീ, സർവാർത്ഥ സാധക ചക്രത്തിന്റെ. ജ്ഞാനമുദ്ര, ചിന്മുദ്ര കൊണ്ട് ആരാധിക്കപ്പെടേണ്ടവളാണ്. ജ്ഞാനഗമ്യ, ഇപ്പൊ ജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ടവൾ. ജ്ഞേയ സ്വരൂപിണി, ജ്ഞാനവും ജ്ഞേയവുമായിട്ടിരിക്കുന്നവൾ. ജ്ഞാനം അറിവ്, ജ്ഞേയം അറിയപ്പെടേണ്ടത്. അപ്പോ ദശമുദ്രകളുണ്ട് സമ്യക്കാം വണ്ണം ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ഉപാസകന്റെ ഉള്ളില് ദേവതയില് ഭക്തിയോ സമർപ്പണ ഭാവവും
ഉണ്ടാകുന്നതാണ് ഉപാസനയുടെ മുഖ്യമായിരിക്കുന്ന ഭാഗം, അല്ലെ? എങ്കിലും ചില ആചാരവിധികള് ആരാധനയ്ക്ക് ആചാര്യന്മാര് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആചാരങ്ങളിൽ പലതും വെറും നടപടിക്രമങ്ങളാണെന്ന് തോന്നാം. അവയ്ക്കെല്ലാം തന്നെ അർത്ഥവും പ്രയോജനവും ഉണ്ട്. മനസ്സിലുള്ള ഭക്തി ആ ഒരു ഭാവത്തിന്റെ ശാരീരികമായിരിക്കുന്ന പ്രകടനവും ആരാധനയുടെ ഭാഗവുമാണ്. ഇപ്പൊ കൈകൂപ്പുക, നമസ്കരിക്കുക തുടങ്ങിയ സാമാന്യമായിട്ട് ആ ഒരു സ്വീകരിക്കപ്പെടുന്ന ഭക്തി പ്രകടനങ്ങള് എല്ലാം തന്നെ നമ്മൾ ഈശ്വരന്റെ മുമ്പിൽ ചെയ്യാറുണ്ട്, ഇല്ലേ? ഇപ്പൊ ആരാധനയ്ക്ക് മന്ത്രങ്ങളോടൊപ്പം ശരീരത്തിന്റെ അംഗങ്ങള് സാർത്ഥകമായി ചലിപ്പിച്ചിട്ടുള്ള ചേഷ്ടകള് ഇതെല്ലാം തന്നെ മുദ്രകൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ കൈകൊണ്ടും വിരലുകൊണ്ടും കാണിക്കുന്ന ബാഹ്യ ചേഷ്ടകള് ആരാധകന്റെ ഹൃദയത്തിലും മനസ്സിലുമുള്ള ഭാവത്തെ ഉറപ്പിക്കുകയും ആവർത്തനം കൊണ്ട് ശാരീരികമായിരിക്കുന്ന ഭൗതിക വസ്തുവില്, അതായത് ഉപാസനാ ദേവതയുടെ ചൈതന്യത്തെ ആവാഹിച്ച് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ശരീരം ദേവതയോട് സംസാരിക്കുന്ന ഭാഷയാണ് നമ്മൾ മുദ്ര എന്ന് പറയുന്നത്. ഓരോ മുദ്രയും മുദ്രാ ദേവതകളുടെ ശക്തി നിറഞ്ഞതാണ്. ഇത്രയും വിവരിച്ചത് എന്തിനെന്ന് പറഞ്ഞാൽ മുദ്ര എന്ന സങ്കേതത്തിന്റെ അന്തരാർത്ഥം വ്യക്തമാക്കാനാണ്. ഇപ്പൊ കൈവിരലുകളും കൈകളും ഉപയോഗിച്ചാണ് ആ ഒരു മുദ്ര വിരചന ആചരിക്കുന്നത്, അല്ലെ? 5 വിരലുകള് പഞ്ചഭൂതങ്ങളെയും ത്രിതയങ്ങളെയും കുറിക്കുന്നു. വലത് കൈ പ്രകാശരൂപനായിരിക്കുന്ന ശിവനെയും ഇടത് കൈ വിമർശ രൂപമായിരിക്കുന്ന ശക്തിയെയും കുറിക്കണം. ഈ ആഗമങ്ങളിൽ ഇതിങ്ങനെ തന്നെയാണ് പറയുന്നത്. 2 കൈകളിലെയും വിരലുകളെ പിടിക്കുന്ന രീതി, കൈകളുടെ ചലനം അനുസരിച്ച് വിവിധ മുദ്രകള് മന്ത്രങ്ങളോടൊപ്പം ഉപാസകൻ ഉപയോഗിക്കണം. ഓരോ മുദ്രയും അധിഷ്ഠാനമായിട്ട് മുദ്രാ ദേവതകളുണ്ട്. ശ്രീചക്രത്തിലെ 9 ചക്രങ്ങളുടെ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിന്റെ അധിഷ്ഠാത്രികളായിരിക്കുന്ന 9 മുദ്രാ ദേവതകളുണ്ട്. അവരെയാണ് നമ്മൾ ശ്രീചക്ര പൂജയ്ക്ക് 9 മുദ്രകൾ കൊണ്ട് ഉപാസകൻ ആവിഷ്കരിക്കുന്നത്. 9 ചക്രങ്ങളുടെയും മുദ്രാദേവതകളെ മുദ്രകൾ കൂടാതെ 10ാമതായിട്ട് നമ്മൾ കണ്ടു സർവ ത്രികണ്ഠ എന്ന് പറയുന്ന ശ്രീചക്രത്തില് മൊത്തത്തില് പ്രതിനിധാനം ചെയ്യുന്ന ഒരു മുദ്രയുണ്ട്. ഇതും കൂടെ ചേർന്നാണ് ദശമുദ്രകൾ. ഇപ്പൊ ശ്രീചക്രത്തിന്റെ ബാഹ്യചക്രമായിരിക്കുന്ന ത്രൈലോക്യ മോഹന ചക്രത്തിന്റെ മുദ്രാദേവതയുടെ പേര് സർവ സംക്ഷോഭിണി. അപ്പൊ 2ാമത്തെ ചക്രമാണ് സർവാശ പരിപൂരക ചക്രം, സർവ വിദ്രാവിണി. 3ാമത്തെ സർവ സംക്ഷോഭണ ചക്രത്തിന്റെ മുദ്രാദേവതയാണ് സർവ ആകർഷിണി. 4ാമത്തേത് സർവ സൗഭാഗ്യദായക ചക്രം, ഇതിന്റെ മുദ്രാദേവതയാണ് സർവ വശങ്കരി. 5ാമത്തേത് സർവാർത്ഥ സാധക ചക്രം, ഇതിന്റെ മുദ്രാദേവത സർവോന്മാദിനി. 6ാമത്തേത് സർവ രക്ഷകര ചക്രം, മുദ്രാദേവത സർവ മഹാങ്കുശ. 7ാമത്തേത് സർവ രോഗകര ചക്രം, മുദ്രാദേവത സർവ ഖേജരി. 8ാമത്തെ ചക്രമാണ് സർവ സിദ്ധിപ്രദ ചക്രം, ഈ ചക്രത്തിന്റെ മുദ്രാദേവത സർവ ബീജ. 9ാമത്തേതും ശ്രീചക്ര കേന്ദ്രമായതും സർവാനന്ദമയ ചക്രമാണ്, അതിന്റെ മുദ്രാദേവതയാണ് സർവയോനി. ശ്രീചക്രത്തിന് പൊതുവെ മുദ്രാദേവത സർവ ത്രികണ്ഠ. അപ്പൊ മുദ്രാദേവതമാരുടെ പേരുകൾ തന്നെയാണ് മുദ്രയ്ക്കും ഉള്ളത്. അപ്പൊ ദശമുദ്രകളുടെ പേരുകൾ യഥാക്രമത്തില് സർവ സംക്ഷോഭിണി മുദ്ര, സർവ വിദ്രാവിണി മുദ്ര എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ സർവ ബീജമുദ്ര, യോനി മുദ്ര, ത്രികണ്ഠാമുദ്ര, ഇങ്ങനെ മുദ്രകൾ കൊണ്ട് വിധിപ്രകാരം ആരാധിക്കപ്പെടേണ്ടവളാണ് ശ്രീചക്രത്തിന്റെ മധ്യത്തില് ബിന്ദു രൂപത്തിലിരിക്കുന്ന സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരി. ഇപ്പൊ ദശമുദ്രകൾ കൊണ്ട് ആരാധിക്കുന്നതിൽ അമ്മ ഏറ്റവും അധികം സന്തുഷ്ടയാകണമെന്ന് പറയണു. അപ്പൊ ത്രിപുരാശ്രീ വശങ്കരി, ത്രിപുരാശ്രീയെ വശങ്കരിയാക്കുന്നവൾ. ത്രിപുരാശ്രീ ആർക്ക് വശം ആകുന്നോ അവള്. ശ്രീചക്രത്തിന്റെ 5ാമത്തെ ചക്രമായിരിക്കുന്ന സർവാർത്ഥ സാധകത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ചക്രേശ്വരിയായിരിക്കുന്ന ത്രിപുരാശ്രീ. ഈ ദേവി തന്റെ വശത്താക്കിയവൾ. ഇപ്പൊ ശ്രീചക്ര ഉപാസകനെ ത്രിപുരാശ്രീയെ വശപ്പെടുത്തി കൊടുക്കുന്നവൾ എന്ന വ്യാഖ്യാനം. ജ്ഞാനരൂപ, ഇപ്പൊ ജ്ഞാനമുദ്രാ സ്വരൂപിണിയാണ്. ചൂണ്ടുവിരലും പെരുവിരലും കൂട്ടി മറ്റു വിരലുകൾ നിവർത്തി പിടിക്കുമ്പോ ഈ മുദ്രയ്ക്കാണ് നമ്മൾ ജ്ഞാനമുദ്ര എന്ന് പറയുന്നത്. ഇതിന് ചിന്മുദ്ര എന്നും പേരുണ്ട്. ഇപ്പൊ ദക്ഷിണാമൂർത്തി രൂപിണിയായിരിക്കുന്ന പരമേശ്വരി ദക്ഷിണാമൂർത്തി സ്വരൂപമായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ ഇരിക്കുന്നത് സനകാദികൾക്ക് മൗനമായിട്ട് ഉപദേശം കൊടുത്ത് ഈ മുദ്ര ഉപയോഗിച്ചാണ്. അപ്പൊ ജ്ഞാനമുദ്ര രൂപത്തില് ദേവിയും ഇങ്ങനെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയണു. അപ്പൊ ജ്ഞാനഗമ്യ, ജ്ഞാനം കൊണ്ട് ഗമിക്കാവുന്നവൾ, പ്രാപിക്കപ്പെടുന്നവൾ. അപ്പൊ ദേവി എന്താ പറയുന്നത്? ജ്ഞാനം കൊണ്ട്, ജ്ഞാനമേവ പ്രപശ്യന്തോ മാമേവ പ്രവിശന്തിതേ, എന്നെ ജ്ഞാനം കൊണ്ട് അടയാൻ പറ്റും. ജ്ഞേയ സ്വരൂപിണി, അപ്പൊ ജ്ഞാനം കൊണ്ട് ജ്ഞേയമായിരിക്കുന്ന അറിയത്തക്കതായിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയവളാണ്. ജ്ഞാനത്തെയും ജ്ഞേയത്തെയും സ്വരൂപമാക്കിയവൾ. അപ്പൊ ജ്ഞാനത്തിന് ദൃക്കെന്നും ജ്ഞേയത്തിന് ദൃശ്യമെന്നും പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ദൃക് ദൃശ്യ സ്വരൂപിണി.
യോനിമുദ്ര ശ്രീചക്രത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന സർവാനന്ദമയ ചക്രത്തിന്റെ ചക്രേശ്വരി മഹാത്രിപുര സുന്ദരിയാണ് മുദ്രാദേവത എന്ന് പറയുന്നത്. സർവ യോനി മുദ്രയാണ്. അപ്പൊ മുദ്രയുടെ പേരും യോനിമുദ്ര എന്ന് തന്നെയാണ്. മുദ്രയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ശ്രീദേവി ആയിരിക്കുന്ന സാക്ഷാൽ ത്രിപുര സുന്ദരി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് യോനിമുദ്ര എന്നുള്ള നാമം. ത്രിഖണ്ഡേശി ദശമുദ്ര സമാരാധ്യ എന്ന് പറയുന്ന 977 നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ 10 മുദ്രാദേവതകളെയും മുദ്രകളെയും കുറിച്ച് കണ്ടു ഇല്ലേ? ഓരോ ചക്രത്തിനും പ്രത്യേക മുദ്രാദേവതകളും മുദ്രയും ഉണ്ടെന്ന് കണ്ടു. ഇവയെ കൂടാതെ ശ്രീചക്രത്തിന് മുഴുവനും ബാധകമായിരിക്കുന്ന ഒരു മുദ്രയാണ് സർവ ത്രിഖണ്ഡ എന്നുള്ള മുദ്ര. അത് ഈ 3 ഖണ്ഡങ്ങളുള്ള മുദ്രയെ ആ ഒരു നിത്യ ഷോഡശികാ വർണ്ണത്തില് ഒരു സർവസ്യ ചക്രരാജസ്യ വ്യാപിക പരികീർത്തിത എന്നാണ് പറയുന്നത്. അപ്പൊ ത്രിഖണ്ഡ മുദ്രാ സ്വരൂപിണി. ഇപ്പൊ മന്ത്രങ്ങളെ നമ്മൾ സോമഖണ്ഡം, സൂര്യഖണ്ഡം, അനലഖണ്ഡം എന്ന് 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവയെ ആണ് നമ്മൾ ത്രിഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 ഖണ്ഡങ്ങൾക്കും ഈശ്വരിയായിരിക്കുന്നവൾ സർവമന്ത്രസ്വരൂപിണി ഇല്ലേ? അപ്പൊ ഈ ത്രിഖണ്ഡേശി എന്ന് പറയുന്ന നാമത്തിന് ഈ 3 ഖണ്ഡങ്ങളും കൂടെ ചേർന്നതാണെന്ന് പറയാം. അപ്പോ യോനിമുദ്ര, ത്രിഖണ്ഡേശി, ത്രിഗുണാംബ, ത്രികോണക, അനങ്ക, അത്ഭുത ചാരിത്ര, വാഞ്ചിതാർത്ഥ പ്രദായിനി. അപ്പൊ യോനിമുദ്ര ദശമുദ്രകളിൽ 9ാമത്തെ മുദ്രയ്ക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ ത്രിഖണ്ഡേശ്വരി എന്ന് പറഞ്ഞ 10ാമത്തെ മുദ്രയായിരിക്കുന്ന ത്രിഖണ്ഡ മുദ്രയ്ക്ക് ആധാരമായവൾ, അധിപതിയായവൾ. ഇപ്പൊ ത്രിഗുണ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ അംബ, എല്ലാ ജീവജാലങ്ങളുടെയും അമ്മ. ത്രികോണക ത്രികോണ രൂപമായിരിക്കുന്ന ജീവശരീരങ്ങളില് പ്രപഞ്ചത്തിൽ വ്യാപിച്ചു നിൽക്കുന്നവൾ. അനഘ പാപം ലേശം പോലും പുരളാത്തവൾ, പാപങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ. അഖം എന്ന് പറഞ്ഞ പാപം. അത്ഭുത ചാരിത്ര അത്ഭുതകരമായിരിക്കുന്ന ചാരിത്ര്യമുള്ളവൾ. വാഞ്ചിതാർത്ഥ പ്രദായിനി വാഞ്ചിത അർത്ഥ പ്രദായിനി ആഗ്രഹിച്ചത് എന്ത് നൽകുന്നവൾ. വാഞ്ചിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചത് അല്ലെ? അർത്ഥം എന്താഗ്രഹിച്ചുവോ അത്. അപ്പോ ആ ഒരു ത്രിഗുണ എന്ന് പറഞ്ഞ ത്രിഗുണങ്ങൾ അല്ലെ? നമ്മൾ കണ്ടതാണ്. അത് ഒരുപാട് പ്രാവശ്യം ദേവിയുടെ കണ്ടു നമ്മൾ. 3 ഗുണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവൾ, പ്രകൃതിയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറയാം. ദേവി ഹേഷ ഗുണമയി മമമായ ദുരത്യ എന്ന് ഭഗവാൻ ഗീതയിൽ പറയണു ഇല്ലേ? മായാത്തു പ്രകൃതിയും വിദ്യാത്മായിനം തു മഹേശ്വരം. അപ്പോ അംബ, അപ്പൊ ആ ഒരു ജഗത്തിന് അമ്മയായിട്ടിരിക്കുന്നവൾ, ത്രിഗുണങ്ങൾക്ക് എന്നും എന്താ പറയാ, ആ സർവത്തിനും കാരണഭൂതിയായിരിക്കുന്ന ജഗത് ജനനി. ത്രികോണത്തെ ഗമിച്ചിരിക്കുന്നവൾ, ശ്രീചക്രാന്തർഗതമായിരിക്കുന്ന യോനി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അഖമില്ലാത്തവൾ, പാപം, ദോഷം, വിപത്ത്, ദുഃഖം, വേദന, അശുദ്ധി ഇല്ല, ഇതൊന്നുമില്ലാത്തവൾ. ഇതൊന്നും ദേവിയെ സ്പർശിക്കുന്നേ ഇല്ല. അതുകൊണ്ട് അനഘ. ദേവി ഉപാസകരെ അഖം ബാധിക്കുന്നില്ല എന്ന് സൂചനയുണ്ട് ഇല്ലേ? അത്ഭുത ചാരിത്ര. അപ്പൊ അത്ഭുതകരമായിരിക്കുന്ന ആ ഒരു ചരിത്രങ്ങളോട് കൂടിയവൾ. അപ്പൊ സ്വയം ശക്തിയിലും ശിവനായിട്ടും ഭേദിക്കല്, ത്രിമൂർത്തികളുടെ സൃഷ്ടി, ആ ഒരു ജഗത് സൃഷ്ടി, മന്ത്രരൂപം, ശ്രീചക്ര രൂപത്തിലുള്ള സ്ഥിതി, പല പല ഘട്ടങ്ങളില് പല പല രൂപത്തിലുള്ള അവതാരം, മഹിഷൻ, ശുംഭ നിശുംഭന്മാര്, ഭണ്ഡാസുരൻ തുടങ്ങിയവരുടെ വധം, ദേവിയുടെ ലീലകളെല്ലാം തന്നെ നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന ചരിത്രങ്ങളാണില്ലേ? അത്ഭുത ചാരിത്ര, അത്ഭുതകരമായിരിക്കുന്ന ചാരിത്രമുള്ളവൾ അല്ലെ? പാതിവൃത്യമുള്ളവൾ എന്നും എടുക്കാം. അപ്പോ ശിവശക്തി ഐക്യരൂപിണിയായിട്ട് ഇല്ലേ? ശിവൈക രൂപിണിയായിട്ട്, ശിവന്റെ അർത്ഥാംഗിനിയായിരിക്കും സ്ഥിതി ചെയ്യുന്ന ദേവി. അതിന് ചാരിത്ര പദം കുറിക്കുകയാണ്. അത്ഭുത ചാരികളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൾ. അപ്പോ ആ ഒരു ഭൂകമ്പം, കൊടുങ്കാറ്റ്, പകർച്ചവ്യാധികൾ തുടങ്ങിയ അത്ഭുത ചാരികള്, അവയിൽ നിന്ന് ജീവികളെ രക്ഷിക്കുന്നവൾ. വാഞ്ചിതാർത്ഥ പ്രദായിനി, വാഞ്ചിതങ്ങളായിരിക്കുന്ന ആഗ്രഹിക്കപ്പെട്ട അർത്ഥങ്ങളെ, പുരുഷാർത്ഥങ്ങളായിരിക്കുന്ന ധർമ്മം, അർത്ഥ, കാമം, മോക്ഷം എന്നിവയെ പ്രദാനം ചെയ്യുന്നവൾ. ഭക്തന്മാരായ ഉപാസകര് അവരുടെ സ്വഭാവവും ആരാധിക്കുന്ന സന്ദർഭ വിശേഷവും അനുസരിച്ച് പുരുഷാർത്ഥങ്ങൾ ഏതാണോ അത് ആഗ്രഹിക്കുന്നത് അത് ദാനം ചെയ്യുന്നവളെന്നും എടുക്കാം. അപ്പൊ ആഗ്രഹിച്ചില്ലെങ്കിലും എല്ലാ പുരുഷാർത്ഥങ്ങളും കൊടുക്കുന്നവളെന്നും ആചാര്യന്മാര് പറയുന്നുണ്ട്.
അഭ്യാസ അതിശയ ജ്ഞാത ഷഡത്വാതീത രൂപിണി. 990 നാമമാണ് അഭ്യാസ അതിശയ ജ്ഞാത. അപ്പൊ ഇവിടെ 988 അല്ലെ, നമ്മളിപ്പം എന്താ പറയാ 80 അത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥ പ്രദായിനി. അപ്പൊ ഈ അഭ്യാസ അതിശയ ജ്ഞാത എന്ന് പറയുന്ന 990 നാമം മുതൽ അവസാനത്തെ അധ്യായം വരികയാണ്. അവസാനത്തെ അധ്യായം നമുക്കറിയാം ശിവശക്തി ഐക്യ രൂപമാണ്, 14-ാമത്തെ അധ്യായം. അത് തുടങ്ങുന്നത് 990, അതായത് 989-ാമത്തെ നാമം മുതലാണ്. അപ്പൊ നമ്മൾ ആ അധ്യായം എന്താണ്, അതിന്റെ സംഗ്രഹം, നമ്മളിപ്പം എന്താ ലളിതാ സഹസ്രനാമത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന ഗുരുപരമ്പരയുടെയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അവസാനത്തെ അധ്യായത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവസാനത്തെ അധ്യായം ശിവശക്തി സംയോഗം അല്ലെ, ശിവശക്തി സാമരസ്യം എന്ന് പറയുന്ന വളരെ മനോഹരമായിരിക്കുന്ന ആ ഒരു അധ്യായമാണ്. അത് നമ്മളെ ശിവശക്തി ഐക്യരൂപം, അതായത് 989 മുതൽ 1000 നാമം വരെയുള്ള നാമങ്ങളെയാണ് നമ്മൾ ശിവശക്തി ഐക്യരൂപം എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് അറിയണം ഇല്ലേ. അപ്പൊ ആ ഒരു അധ്യായം എന്താണ്, ഈ ഒരു കോസ്മോളജി, യൂണിയൻ ഓഫ് ശിവ ആൻഡ് ശക്തി, 1000 നാമങ്ങളിലൂടെ കടന്നു വന്ന് അവസാനം എന്താണ് സംഭവിക്കുന്നത്, നമ്മളെ ശ്രീമാതയിൽ തുടങ്ങി ഇനി ശിവനും ശക്തിയും കൂടെ ചേർന്ന് ലാസ്റ്റിൽ അമ്മയുടെ കയ്യൊപ്പോട് കൂടി ഇതിന് സമ്മതപത്രം അമ്മ നൽകുകയാണ് അല്ലേ. ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, അമ്മ കയ്യൊപ്പാണ് ഇട്ടിരിക്കുന്ന അടിയിൽ അല്ലേ, അമ്മയുടെ ഒപ്പാണ് അവിടെ കാണുന്നത്. ഒപ്പെന്ന് പറഞ്ഞാൽ എന്താ, സത്യവാക്ക്. അമ്മ പറയുന്നതെല്ലാം സത്യമാണ്, ഈ വാഗ്ദേവതകൾ പറഞ്ഞത് സത്യമാണെന്ന് ദേവി സമ്മതിച്ചു തരികയാണ് നമുക്ക്. അപ്പൊ ലാസ്റ്റിലുള്ള 10 നാമങ്ങള് ശിവശക്തി ഐക്യരൂപമായിരിക്കുന്ന മഹത്തായിരിക്കുന്ന ജീവ ബ്രഹ്മ ഐക്യത്തെയാണ് അവിടെ കാണിക്കുന്നത്. അത് എന്താണ്, നമ്മുടെ ഈ നമുക്ക് കിട്ടിയ ജന്മം കൊണ്ട് നമ്മളത് ശുദ്ധീകരിക്കണം അല്ലെ. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആ ഒരു എന്താ പറയാ ഒരു സമ്മറി ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് അവസാനത്തെ 10 നാമങ്ങളെ നമുക്ക് കാണാം. വളരെ മനോഹരമായിരിക്കുന്ന ഈ നാമത്തോടുകൂടി ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന 1000 നാമങ്ങള് ഒരിക്കലും ചെയ്യാൻ പറ്റാതെ, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇത് വിവരിക്കാൻ ഇല്ലേ, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു കുഞ്ഞിനും ഇത് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ പൂർണ്ണമായിരിക്കുന്ന ഗുരുപരമ്പരയും ദേവിയും അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു 10 നാമങ്ങൾ കഴിഞ്ഞ്, ഇതിന്റെ സംക്ഷിപ്ത വിവരം കഴിഞ്ഞ്, ഇതിന്റെ ഫലശ്രുതിയും എന്താ ദേവിയുടെ സമർപ്പണവും അവസാനത്തെ സത്സംഗമായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. പൂർണ്ണമായിരിക്കുന്ന അമ്മയുടെ അനുഗ്രഹം ഇല്ലേ വേണം. അതുകൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് ഇല്ലേ, ഇതപൂർവ പ്രാണബുദ്ധി ദേഹ ധർമ്മ അധികാരം എല്ലാം അമ്മയുടെ പാദങ്ങളിൽ, എല്ലാം അമ്മയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ള ഉറപ്പ് നമ്മൾ ഇത്രയും നാമങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായി ആരാണ് അമ്മ എന്നില്ലേ. അമ്മ അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. ഇനി നമ്മള് ദേവി ഉപാസകർക്ക് ദേവി മാത്രമായിരിക്കണം ശരണം. ദേവിയെ വേറെ ഒരു ദേവതയും പൂജിക്കേണ്ട കാര്യമില്ല. അഹങ്കാരം കൊണ്ടല്ല, സത്യത്തെ അറിഞ്ഞത് കൊണ്ട് മാത്രം അല്ലേ. വിനയാന്വിതമായിട്ട് അന്യദേവതാ ഭജനം മാറ്റിവെച്ചുകൊണ്ട് സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ പാദപത്മങ്ങളെ മാത്രം സ്മരിക്കാൻ നമുക്ക് ഇടവരട്ടെ. നമ്മളെ ദേവി ആ പാതയിൽ നയിക്കട്ടെ. ഭക്തിം ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.